ഹല്ലേലൂയ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കുക എന്ന ശുശ്രൂഷയുടെ 30ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. നമ്മളിന്ന് ചിന്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മാഫിയ സംഘങ്ങൾ. പ്രത്യേകിച്ച് അതിലൂടെ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികളെ തകർക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം സഭയിലും ലോകം മുഴുവൻ വെളിപ്പെടുവാൻ വേണ്ടി നമ്മളിന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കറിയാം വിശുദ്ധനായ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നൊരു വചനമുണ്ട്. എഫേസുസ് ലേഖനം 6-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങൾ. നമ്മൾ യുദ്ധം ചെയ്യുന്നത് മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വത്തിനും ആധിപത്യങ്ങൾക്കും അന്ധകാര ലോകത്തിൻ്റെ അധീശന്മാർക്കും സ്വർഗീയിടങ്ങളിൽ വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാത്മാവിനുമെതിരായിട്ടാണ്. അതായത് പൈശാചിക ശക്തികൾക്കെതിരെയുള്ള ആത്മീയ പോരാട്ടത്തിലാണ് നമ്മൾ ഈ 30 ദിവസം ഒരുങ്ങി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. പിശാചിനും അവൻ്റെ ആധിപത്യത്തിനും അവൻ്റെ ശക്തിക്കുമെതിരായുള്ള ശക്തമായ ആത്മീയ പോരാട്ടത്തിൽ സ്വർഗത്തിൻ്റെ സകല സമര ആയുധങ്ങളും എടുത്താണ് നമ്മളിന്ന് ശുശ്രൂഷയ്ക്കായിരിക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, ലോകത്തിൻ്റെ 5 ഭൂഖണ്ഡങ്ങളിൽ ഈ രാത്രിയിൽ ഈ ലൈവ് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും പ്രാർത്ഥിച്ചൊരുങ്ങാൻ പോവുകയാണ്. നമ്മൾ എന്തിനാണ് പ്രാർത്ഥിച്ച് ആരാധിക്കുന്നത് ചോദിച്ചാൽ, നമ്മുടെ ദൈവവചനം കേൾക്കുന്നത് എല്ലാം ആദ്യം ബുദ്ധിയിലേക്ക് കടന്നു വരുന്ന ദൈവവചനത്തെ ഹൃദയത്തിലേക്ക് ഇറക്കിക്കൊണ്ടിരുന്നതാണ് പ്രൈസ് ആൻഡ് വർഷിപ്പ്, സ്തുതി, ആരാധന എന്ന് പറയുന്നത്. നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. അതിന് തൊട്ടു മുൻപായിട്ട് ഞാനൊരു അനുഭവം പറയാൻ പോവുകയാണ്. നമുക്കറിയാം, ലോകത്തിൽ ഇന്ന് പാമ്പുകളില്ലാത്ത ഏക രാജ്യമാണ് അയർലൻഡ്. എന്നാൽ ഒരു കാലഘട്ടത്തിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിഷപ്പാമ്പുകൾ ഉണ്ടായിരുന്ന ഒരു ദ്വീപ് സമൂഹമാണ് ഇംഗ്ലണ്ടിനോട് ചേർന്ന് കിടക്കുന്ന അയർലൻഡ്. അയർലൻഡിൽ സുവിശേഷ വേല ചെയ്യാൻ വേണ്ടി ഇംഗ്ലണ്ടിൽ നിന്ന് പുറപ്പെട്ട ഒരു വിശുദ്ധനായ വൈദികനുണ്ട്, പാട്രിക് എന്ന് പറയുന്ന വൈദികൻ. അദ്ദേഹം രാവും പകലും അയർലൻഡിൽ വന്നിട്ട് വചനം പ്രസംഗിക്കുക. അവിടെ നടക്കുന്ന വിഗ്രഹാരാധനകൾ, എല്ലാ മ്ലേച്ഛ പാപങ്ങളെ കണ്ട് അദ്ദേഹം വചനം പറഞ്ഞ് യേശുവിനെ പ്രഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജനം മാനസാന്തരപ്പെടുന്നില്ല. പക്ഷെ അദ്ദേഹം നിരാശപ്പെടുന്നില്ല. നിരവധി ദിവസങ്ങൾ അദ്ദേഹം വചനം പ്രസംഗിച്ചു, ആർക്കും മാറ്റമുണ്ടാകുന്നില്ല. അദ്ദേഹം അതിന് പരിഹാരമായി എന്താ ചെയ്തെന്നറിയാമോ? 40 ദിവസം അയർലൻഡിൽ ഏറ്റവും ഉയർന്ന ഒരു മലയുണ്ട്, അയർലൻഡ് റോക്ക് എന്ന് പറയും. അത് പിന്നീട് പാട്രിക് റോക്കായി മാറി. മഞ്ഞും മലയുടെ മുകളിൽ 40 ദിനരാത്രങ്ങൾ രാവും പകലും ദൈവസന്നിധിയിൽ മുഴങ്കാലിൽ നിന്ന് കണ്ണുനീരോടെ അയർലൻഡിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, ഞാൻ ഇവിടെ നിന്ന് എഴുന്നേക്കണമെങ്കിൽ ഈ അയർലൻഡ് എന്ന രാജ്യത്തിൻ്റെ മേൽ ഒരു അഭിഷേക തീ തരുവാൻ എൻ്റെ മേൽ, എൻ്റെ കരത്തിൻ്റെ മേൽ, ഹൃദയത്തിൻ്റെ മേൽ, നാവിൻ്റെ മേൽ, ചിന്തകളുടെ മേൽ അഭിഷേക കാറ്റ് തരണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി. 40 രാവും 40 പകലും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദുഷ്ടപിശാച് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയെ കെടുത്താൻ നോക്കിയെങ്കിലും അദ്ദേഹം പരാജയപ്പെടാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ 40ാം ദിവസം സ്വർഗത്തിൽ നിന്ന് ഒരു തീ ഇറങ്ങി, അദ്ദേഹത്തിൻ്റെ മേൽ അഗ്നി ഇറങ്ങിയപ്പോൾ, അതിനുശേഷം അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചപ്പോൾ അയർലൻഡ് എന്ന് പറയുന്ന രാജ്യം ക്രിസ്തുവിന്റെ രാജ്യമായി മാറി. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ഈ പോരാട്ടത്തിൽ സ്വർഗത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവിന്റെ ശക്തി വേണം. നമ്മൾ യുദ്ധം ചെയ്യുന്നത് മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വത്തിനും ആധിപത്യങ്ങൾക്കും അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും എതിരെയുള്ള ആത്മീയ പോരാട്ടത്തിൽ സ്വർഗത്തിന് തീ ഇറങ്ങാൻ വേണ്ടി, സ്വർഗത്തിന്റെ അഭിഷേകം ഇറങ്ങാൻ വേണ്ടി, സ്വർഗത്തിന് ജ്വാല ഇറങ്ങാൻ വേണ്ടി, സ്വർഗത്തിന്റെ കൃപ ഇറങ്ങാൻ വേണ്ടി കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അതരങ്ങൾ തുറക്കട്ടെ. കർത്താവേ, യുവതി യുവാക്കന്മാരെ സ്പർശിക്കണമേ, വൃദ്ധജനങ്ങളെ സ്പർശിക്കണമേ. ജോയൽ 2:28-29 സംഭവിക്കട്ടെ. യോഹന്നാൻ 7:37 സംഭവിക്കട്ടെ. അപ്പോസ്തലന്മാർ 2:18-19 സംഭവിക്കട്ടെ. 2:24 സംഭവിക്കട്ടെ. 2:37-38 സംഭവിക്കട്ടെ. 5:15 സംഭവിക്കട്ടെ. 19:11 സംഭവിക്കട്ടെ. യോഹന്നാൻ 16:7-8 സംഭവിക്കട്ടെ. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി യേശുവിന്റെ നാമത്തെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് ഇറങ്ങട്ടെ. കർത്താവേ, പാട്രിക്കിന്റെ മേൽ പകർന്ന അഭിഷേകം
തൂണിമേൽ ശിമയോന്റെ മേൽ പകർന്ന അഭിഷേകം, അന്തോനീസിന്റെ മേൽ പകർന്ന അഭിഷേകം, എവുപ്രാസ്യയുടെ മേൽ പകർന്ന അഭിഷേകം, കർത്താവേ സൈമന്റെ മേൽ പകർന്ന അഭിഷേകം, തോമസിന്റെ മേൽ പകർന്ന അഭിഷേകം, ദൈവ സഹായത്തിന് മേൽ പകർന്ന അഭിഷേകം. ഈ രാത്രി ദൈവജനത്തിന് മേൽ 5 ഭൂഖണ്ഡങ്ങളുടെ മേൽ, അമേരിക്കൻ ഭൂഖണ്ഡത്തിന് മേൽ, ഏഷ്യൻ വൻകരയുടെ മേൽ, ആഫ്രിക്കൻ വൻകരയുടെ മേൽ, ഓസ്ട്രേലിയയുടെ മേൽ, ഭാരതത്തിന്റെ മേൽ, കർത്താവേ രാജ്യം യൂറോപ്പിന്റെ മേൽ, കേരളത്തിന്റെ മേൽ, യുവതി യുവാക്കന്മാരുടെ മേൽ, വൈദികരുടെ മേൽ, സമർപ്പിതരുടെ മേൽ, അൽമായരുടെ മേൽ, യുവതി യുവാക്കന്മാരുടെ മേൽ, പിഞ്ചു കുഞ്ഞുങ്ങളുടെ മേൽ, ബാലിക ബാലന്മാരുടെ മേൽ തീ ഇറങ്ങട്ടെ. തീ 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 ഫയർ 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 ഫയർ. ഓ ഒരു അഭിഷേകം ഇറങ്ങട്ടെ കർത്താവേ. ഈ രാത്രി തീ ഇറങ്ങണമേ. ഓ സ്വർഗത്തിന്റെ അഗ്നി, സ്വർഗത്തിന്റെ അഭിഷേകം. പെന്തക്കോസ്ത് നാളില് സ്ത്രീകന്മാരെ തീ പിടിപ്പിച്ച അഭിഷേകം പത്രോസിന്റെ മേൽ, പൗലോസിന്റെ മേൽ, യാക്കോബിന്റെ മേൽ, യോഹന്നാന്റെ മേൽ, ഫിലിപ്പോസിന്റെ മേൽ, അന്ത്രയോസിന്റെ മേൽ കത്തിപ്പടർന്ന അഭിഷേക കാറ്റ് വീശട്ടെ. ഓ ഭാഷാപരമുള്ളവർ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഭാഷാപരമുള്ളവർ ഭാഷാപരത്തിൽ ആരാധിക്കാം. കാറ്റായി മഴയായി തീയായി റൂഹ പെയ്യട്ടെ. 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 ദൈവശക്തിയേ അഭിഷേകത്തിൻ വാതിൽ തുറക്കണമേ. പരിശുദ്ധാത്മാവേ തീ ഇറക്കണമേ. ദൈവശക്തിയേ അഭിഷേകത്തിൻ വാതിൽ തുറക്കണമേ. അടഞ്ഞ വാതിൽ തുറക്കാൻ ദുഷ്ടം തേണികൾ തകർക്കാൻ. അടഞ്ഞ വാതിൽ തുറക്കാൻ ഒരുക്കും കെണികൾ തകർക്കാൻ. കാറ്റായി മഴയായി തീയായി റൂഹ പെയ്യട്ടെ. 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 സാത്താന്റെ കോട്ടകൾ തകരട്ടെ. ബാധകൾ ഒഴിയട്ടെ. പൈശാചിക കോട്ടകൾ തകരട്ടെ. രോഗക്കെട്ടുകൾ അഴിയട്ടെ. അടിമത്ത ചങ്ങലകൾ പൊട്ടട്ടെ. ആധിപത്യ ശക്തികൾ അഴിയട്ടെ. ദേശത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. ഓ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവേ കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? സ്വരമുയരട്ടെ. യേശുവിന്റെ നാമത്തെ വിളിച്ചവൻ രക്ഷ പ്രാപിക്കും. ആകാശത്തിന് കീഴെ മനുഷ്യരിടയില് രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏക നാമമാണല്ലോ യേശുവിന്റെ നാമം. സകല മുട്ടും മടങ്ങുന്ന നാമം. ഫിലിപ്പി 2:10-11 നാമം. എല്ലാവരും ഏറ്റുപറയുന്ന നാമം. തന്നെ കുത്തിമുറിവേൽപ്പിച്ചവരും തന്നെ പ്രതി മാറത്തടിച്ച് നിലവിളിക്കുന്ന മനുഷ്യരും ഒരു കാലഘട്ടത്തില് വാനമേഘത്തിൽ അവൻ വീണ്ടെടുക്കാൻ വേണ്ടി വരുമ്പോൾ കാണുന്ന യേശുവിന്റെ നാമം, സത്യദൈവത്തിന്റെ നാമം, ഏക നാമം, പിശാച് ഭയക്കുന്ന നാമം, രോഗികൾ സൗഖ്യമാകുന്ന നാമം, വിടുതൽ കിട്ടുന്ന നാമം, ശാപം അഴിക്കുന്ന നാമം. യേശുവേ എന്ന് വിളിക്കണം. സ്വരം ഉയർത്തി വിളിക്കണം. കുഞ്ഞുങ്ങൾ വിളിക്കട്ടെ. യുവതിവക്കാന്മാർ വിളിക്കട്ടെ. കർത്താവേ ഭവനത്തിന്റെ മേൽ തീ ഇറങ്ങട്ടെ. ഭവനത്തിന്റെ മേൽ തീ ഇറങ്ങട്ടെ. സന്യാസ ഭവനങ്ങൾ തീ വീഴുങ്ങട്ടെ. വൈദിക മന്ദിരങ്ങൾ തീ വീഴുങ്ങട്ടെ. തണുത്തിരിഞ്ഞ് ഉണർന്നിരിക്കുന്ന ജീവിതങ്ങൾ ഉണരട്ടെ. ശുശ്രൂഷകർ ഉണരട്ടെ. സാത്താന്റെ കോട്ടകൾ തകരട്ടെ. യേശുവിന്റെ നാമത്തിന്റെ ശക്തി. റോമ 16:20 സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിന്റെ കാൽ കീഴൽ തകർത്ത് കളയട്ടെ. ആമേൻ 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ചോ. കരങ്ങൾ കൂപ്പിപ്പിടിച്ചു. നമുക്കറിയാം ലോകത്തിൽ ഏറ്റവും ബഹുമാനം കൊടുക്കേണ്ട വ്യക്തിയാണ് പരിശുദ്ധി അമ്മ.
ഇപ്പോൾ മുതൽ സകല തലമുറകളും ഭാഗ്യവതി എന്ന് വിളിക്കുന്നവളല്ലേ മറിയം. ഏറ്റവും ഭാഗ്യപ്പെട്ടവളാ മറിയം. അതുകൊണ്ടാണ് വേദപാരംഗതയായ കൊച്ചുത്രസ്യ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ വന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. മറിയമേ, ഞാൻ നിന്നെക്കാൾ ഭാഗ്യവതിയാ. ഹേ മറിയമേ, ഞാൻ നിന്നെക്കാൾ ഭാഗ്യവതിയാ. ചുറ്റും നിൽക്കുന്നവർ അത്ഭുതപ്പെടുക. സകല തലമുറകളും ഭാഗ്യവതി എന്ന് പറഞ്ഞ് ഉണ്ണീശോയെ കയ്യിലെടുത്ത് മുലപ്പാല് കൊടുത്ത് കൈ വളരുന്നുണ്ടോ നോമനിച്ച് വളർത്തിയ പരിശുദ്ധ മറിയത്തെക്കാൾ ഭാഗ്യവതിയാണ് കൊച്ചുത്രസ്യ എന്ന് പറയുമ്പോൾ കൂടെയുള്ളവർ ഞെട്ടുക. എന്നിട്ട് അടുത്ത വാക്യം കൊച്ചുത്രസ്യ പറയുന്നറിയാമോ? മറിയമേ, നിനക്ക് നിന്നെപ്പോലൊരമ്മയെ കിട്ടിയിട്ടില്ല, പക്ഷെ എനിക്ക് നിന്നെപ്പോലൊരമ്മയെ കിട്ടി. പ്രിയപ്പെട്ട ദൈവമക്കൾ, ഈ ശുശ്രൂഷ നയിക്കുന്നത് മറിയമാ. വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ പറയുന്നില്ലേ, സർപ്പം സ്ത്രീക്ക് നേരെ കോപിച്ചെന്നാ പറയണം. പിശാചിന് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണല്ലോ മറിയം. അതുകൊണ്ടാണ് ഉൽപ്പത്തി 3:15 വചനം പഠിപ്പിക്കുന്നില്ലേ, നീയും സ്ത്രീയും തമ്മിലാ ഞാൻ ശത്രുത ഉളവാക്കുന്നത്. നരകസർപ്പത്തിന്റെ തലയെ തേർക്കാൻ ദൈവത്തിന്റെ അനന്തജ്ഞാനത്താൽ അനാദിയിലെ സൃഷ്ടിക്കു മുമ്പ് രൂപപ്പെട്ടവളും സമയത്തിന്റെ പൂർണ്ണതയിൽ ഉൽഭവപാപമില്ലാതെ ജന്മം നൽകപ്പെട്ട പരിശുദ്ധ മറിയമേ, അമ്മ ഈ ശകന ശുശ്രൂഷയിലൂടെ, ശകന ടെലിവിഷനിലൂടെ 40 ദിവസത്തെ ലോകത്തെ സ്പർശിക്കുന്ന ശുശ്രൂഷയെ മുന്നിൽ നിന്ന് നയിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അമ്മേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കേണ്ട സകല മക്കളെയും അമ്മ മാതാവിൻ്റെ നീലക്കാപ്പയ്ക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും ശാന്തമായിട്ട് സ്വസ്ഥാനങ്ങളിൽ ഇരുന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം അല്പസമയം നമ്മൾ ശ്രവിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ 30-ാമത്തെ ദിവസം നമ്മളിന്ന് ചിന്തയിലേക്ക് കൊണ്ടുവരുന്ന വിഷയം ഇതാണ്: മാഫിയ. മാഫിയയെക്കുറിച്ച് പറയുന്നതാണ്, കള്ളക്കടത്തിലും നിയമവിരുദ്ധ പ്രവർത്തനത്തിലും മുഴുകുന്ന രഹസ്യ കുറ്റവാളി സംഘങ്ങളാണ് മാഫിയ എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് ആദ്യമേ പറയാം, എല്ലാ മാഫിയ സംഘങ്ങളെയും നിയന്ത്രിക്കുന്നത് പിശാചാണ്. നമ്മുടെ യുദ്ധം മുഴുവൻ പിശാചിനെതിരെയുള്ള പോരാട്ടം. ഒരു ക്രിസ്ത്യാനിയുടെ ഒരു ശത്രുവേ ഉള്ളൂ, അത് സാത്താൻ മാത്രമാണ്. പിശാചിനെതിരെയുള്ള പോരാട്ടത്തിലാണ് നമ്മൾ ഓരോ വ്യക്തികളും. അതുകൊണ്ടാണ് 10 മാഫിയ സംഘങ്ങളുണ്ട്. 1 കൊട്ടേഷൻ സംഘം, 2 ഭിക്ഷാടന മാഫിയ, 3 അവയവ മാഫിയ, 4 സെക്സ് ലൈംഗിക മാഫിയ, 5 കള്ളക്കടത്ത് മാഫിയ, 6 മയക്കുമരുന്ന് മാഫിയ, 7 മദ്യ മാഫിയ, 8 ബ്ലേഡ് കൊള്ളപ്പലിശയുടെ മാഫിയ, 9 തീവ്രവാദ മാഫിയ പ്രവർത്തനങ്ങൾ, 10 ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന നിഗൂഢ സാത്താൻ സംഘങ്ങൾ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ 10 മാഫിയ സംഘങ്ങളുണ്ട് ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്നത്. അനേകം മാഫിയ സംഘങ്ങൾ വേറെ ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ട 10 മാഫിയ സംഘങ്ങളുണ്ട്. ഇന്ന് അനേക ദൈവ മക്കൾ, ദൈവ കുഞ്ഞുങ്ങൾ ഈ സംഘത്തിൻ്റെ പിടിയിലാണ്. ഈ മാഫിയ സംഘങ്ങളെല്ലാം ഞാൻ പറഞ്ഞല്ലോ നിയന്ത്രിക്കുന്നത് സാത്താനാണ്. സാത്താനെതിരെയുള്ള യുദ്ധമാണ് നമ്മൾ തുടങ്ങുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം CCC 391 മുതൽ 95 വരെ സഭ പഠിപ്പിക്കുന്നു, പിശാചിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പിശാചിന്റെ പ്രവർത്തനത്തെ അഴിക്കാനുള്ള ആത്മീയ പ്രവർത്തനത്തിലാണ് നമ്മൾ ഓരോരുത്തരും മുന്നിൽ നിൽക്കേണ്ടത്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒരു കാലഘട്ടത്തിൽ 21-22 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു മാഫിയ സംഘങ്ങളിൽ, ഗുണ്ടാ സംഘത്തിൽപ്പെട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ചാവേറായിട്ട് നടന്നൊരു ചെറുപ്പക്കാരനാണ് ഇന്ന് രാത്രിയിൽ
ദൈവത്തിൻ്റെ പരിശുദ്ധിയുള്ള വചനം നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്നു. ഏകദേശം 14 വർഷത്തോളം ഗുണ്ടാ സംഘങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ദൈവത്തിനെതിരായി ദൈവ നിഷേധമായിട്ട് സഭയ്ക്കെതിരായി നിലകൊണ്ട എനിക്ക് വേണ്ടി അനേകം ജീസസ് യൂത്തുകാർ, എൻ്റെ മാതാപിതാക്കൾ, പ്രിയപ്പെട്ട വൈദികർ കൊട്ടേഷൻ എടുത്ത് ദിവ്യകാരുണ്യ സന്നിധിയിൽ വർഷങ്ങളോളം പ്രാർത്ഥിച്ചതിൻ്റെ അനന്തര ഫലമാണ് 2001 സ്വർഗത്തിലെ ദൈവം എന്നെ പിടിച്ചത്. ഹല്ലേലൂയ പറഞ്ഞേ, സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കൾ, ഇതൊരു ആത്മീയ യുദ്ധമാണ്. ഇവിടെ സൈക്കോളജി കൊണ്ടോ മാനുഷിക സംസാരങ്ങൾ കൊണ്ടോ ഇതിനെ തുടച്ചു നീക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, മർക്കോസ് സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ തിരുവചനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ്, ഈ വർഗം പുറത്തു പോകണമെങ്കിൽ, സാത്താൻ പുറത്തു പോകണമെങ്കിൽ ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ പിശാച് പുറത്തു പോകത്തില്ല. നമുക്കറിയാം, നമ്മളിന്ന് കണ്ട 10 മാഫിയ സംഘങ്ങളുടെ പിന്നിലും ഇവരെ നിയന്ത്രിക്കുന്നതിന് പിന്നിലും സാത്താൻ്റെ സംഘങ്ങളുണ്ട്. പൈശാചിക ശക്തിയാണ് ഇതിനെ ഒന്നിപ്പിക്കുന്നതും ഇവർക്ക് ശക്തി കൊടുക്കുന്നതും ഇവരെ ഏകോപിപ്പിക്കുന്നതും സഭയ്ക്കെതിരായിട്ടും ദൈവമക്കൾക്കെതിരായിട്ടും പ്രവർത്തിക്കാൻ ഇവരെ മുന്നോട്ടിറക്കി വിടുന്നതും സാത്താൻ്റെ പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മുടെ യുദ്ധം പിശാചിനെതിരായിട്ടുള്ള യുദ്ധമാണ്. ഈ ആത്മീയ യുദ്ധത്തിൽ ഓരോ ദൈവ പൈതലും പ്രാർത്ഥനയും പരിഹാരവും പ്രാശ്ചിത്വവും വഴിയായി ഇങ്ങനെയുള്ള സംഘങ്ങളെ തകർക്കാൻ പറ്റും. ഹല്ലേലൂയ പറഞ്ഞേ, അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ പണ്ട് എൻ്റെ ആത്മീയ പിതാവിൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ഒരു കൺവെൻഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലുള്ള മാഫിയ നിഗൂഢ സംഘങ്ങളെ നേതൃത്വം നൽകുന്ന ഒരു ബ്ലാക്ക് മാസിൽപ്പെട്ട പെൺകുട്ടി, ആ പെൺകുട്ടി പരിശുദ്ധ കുർബാന മോഷ്ടിക്കാനായി വന്നു. സംഘാടകർ ഇവളെ പിടിച്ചു. ഇവളെ പിടിച്ചതിന് ശേഷം ഇവളെ പൈശാചിക ശക്തി കൊണ്ട് 10-12ഓളം സമർപ്പിതർ പോലും പിടിച്ചാൽ ഈ പെൺകുട്ടിയെ പിടിച്ചു നിർത്താൻ പറ്റില്ല. അങ്ങനെ ഈ പെൺകുട്ടിയെ എൻ്റെ ആത്മീയ പിതാവായ വൈദികൻ്റെ അടുത്തേക്ക് ഡെലിവറൻസ് പ്രാർത്ഥനയ്ക്കായി കൊണ്ടുവരുന്നുണ്ട്. ഡെലിവറൻസ് പ്രാർത്ഥനയ്ക്ക് പിശാച് പൊസസ് ചെയ്തിരിക്കുന്ന, പിശാച് ആവസിച്ചിരിക്കുന്ന ഈ പെൺകുട്ടിയെ ഡെലിവറൻസ് പ്രാർത്ഥനയ്ക്കായി അച്ഛൻ ഡെലിവറൻസ് പ്രാർത്ഥന തുടങ്ങിയപ്പോൾ ഇവൾ വയലൻ്റ് ആകാൻ തുടങ്ങി. ഞാൻ പറഞ്ഞതിൽ 10-12ഓളം സിസ്റ്റേഴ്സ് പിടിച്ചിട്ട് പോലും ഈ പെൺകുട്ടിയെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. സാത്താൻ പൊസസ് ചെയ്ത പെൺകുട്ടിയാണ്. ഈ സമയത്ത് ഞങ്ങളോട് അച്ഛൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട ഡൊമിനിക് അച്ഛൻ ഞങ്ങളോട് പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ സഹായം ചോദിക്കുക. ഞങ്ങളോട് ജപമാല ചൊല്ലാൻ പറഞ്ഞു. ഞങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ പെൺകുട്ടിയിൽ നിന്ന് അച്ഛൻ ഇങ്ങനെയാണ് പറഞ്ഞത്, പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പരിശുദ്ധ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ പൗരോഹിത്യ അധികാരത്തിൽ ബന്ധിക്കുന്നു പറയുമ്പോൾ ഈ പെൺകുട്ടി അലറിക്കൊണ്ട് പറയാണ്, അവൾ വന്നിട്ടുണ്ട്, അവൾ ഉണ്ണിയുമായിട്ട് വന്നിട്ടുണ്ട്. പരിശുദ്ധ മറിയത്തിൻ്റെ പേര് പോലും സാത്താൻ അസ്വസ്ഥതയാണ്. ഈ പെൺകുട്ടിയെ ഈ പിശാചിൽ നിന്ന് മോചിപ്പിച്ചതിന് ശേഷം ഇവളോട് ഞങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, മോളെ നീ എന്തിനാണ് ഇങ്ങനെ തിരുവോസ്തി എടുത്തുകൊണ്ട് പോകുന്നത്? അപ്പോൾ അവൾ പറയുകയാണ്, മാഫിയ സംഘങ്ങൾക്ക് ശക്തി പകരുവാൻ, പരിശുദ്ധ കുർബാന അവഹേളിക്കുന്ന ഗ്രൂപ്പിൻ്റെ നേതൃത്വം കൊടുക്കുവാൻ ഇങ്ങനെയുള്ള പരിശുദ്ധ കുർബാന ഞങ്ങൾ എടുത്തുകൊണ്ട് പോകും. ഈ പരിശുദ്ധ കുർബാന ദുരുപയോഗിച്ച് തിന്മയുടെ ശക്തികൾക്ക് ശക്തി കൊടുക്കുവാൻ വേണ്ടി ഞങ്ങൾ ഇതിനെ അവഹേളിക്കും, ഇതിനെ പരസ്യമായി അപമാനിക്കും. അങ്ങനെ പൈശാചിക ശക്തി വർദ്ധിക്കപ്പെടാൻ വേണ്ടി ഞങ്ങൾ ദിവ്യകാരണത്തെ അവഹേളിക്കും. അപ്പോൾ അവളോട് ചോദിച്ചു, മോളെ മറ്റു സമുദായത്തിലും മറ്റു സഭയിലും കർത്തൃമേശയില്ലേ, നിങ്ങൾ എന്തുകൊണ്ട് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാത്തത്? അപ്പോൾ അവൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഇല്ല ഫാദർ, കത്തോലിക്ക സഭയിലെ വൈദികരർപ്പിക്കുന്ന ബലിയിൽ മാത്രമേ ഈശോ വരത്തുള്ളൂ. ഹല്ലേലൂയ പറഞ്ഞേ. അവൾ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ന് സഭയെ തകർക്കുവാൻ എല്ലാ മാഫിയ സംഘങ്ങൾക്കും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും കള്ളക്കടത്തിൻ്റെയും അധോലോക പ്രവർത്തനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സാത്താനാണ്. അതുകൊണ്ടാണ് ദൈവമക്കളെ, ഇതിനെതിരെ പ്രസംഗിച്ചാൽ പോരാ, ദൈവമക്കൾ മുഴങ്കാലിൽ നിന്ന് കരങ്ങൾ വിരിച്ചു പിടിച്ച് ദൈവസന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി. സങ്കീർത്തനം 68:1-2 വചനമുണ്ട്, ദൈവം ഉണർന്നെഴുന്നേക്കട്ടെ, അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ, കാറ്റിൽ പുകയുന്ന പോലെ അഗ്നിയിൽ മെഴുകുരുകുന്നത് പോലെ ദുഷ്ട ദൈവസന്നിധിയിൽ നശിച്ചു പോകും എന്ന് വെച്ചാൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. വലതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കത്തോലിക്ക സഭയിൽ ഒരു വിശുദ്ധയാണ് CNI-യിലെ വിശുദ്ധ ഖ്യാദർ. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട ഒരു വിശുദ്ധയാണ്. CNI-യിലെ വിശുദ്ധ ഖ്യാദറിൻ്റെ ശുശ്രൂഷ പരിഹാര ശുശ്രൂഷയാണ്.
രാജ്യത്തിന് വേണ്ടി, പാപികൾക്ക് വേണ്ടി, സാത്താന്റെ പിടിയിൽ കിടക്കുന്ന മക്കൾക്ക് വേണ്ടി ദിവ്യകാരുണ്യ സന്നിധിയിൽ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുന്ന മകളാ. സിയനായിലെ വിശുദ്ധ കാതറിനോട് ഈശോ പറയുകയാണ്, നീ പാപികൾക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ പ്രായശ്ചിത്തം വഴി നിന്റെ നിരവധിയായ പാപത്തിന് പരിഹാരവും അനേകം പാപികളുടെ മാനസാന്തരത്തിനും ഇത് കാരണമാകും. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഈ സാത്താൻ നിയന്ത്രിക്കുന്ന നിഗൂഢ സംഘങ്ങൾക്കെതിരെ നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കും. എന്തുകൊണ്ടാണ് ഇന്ന് അനേകം ചെറുപ്പക്കാര് മാഫിയ സംഘങ്ങളിൽ പോകുന്നറിയാമോ? ഒറ്റ കാരണമേ ഉള്ളൂ, ധനമോഹം. 1 തിമോത്തി 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പഠിപ്പിച്ചില്ല പൗലോസ് അപ്പോസ്തലൻ. അതിന് 6:10 പറയുന്നുണ്ട്, ധനമോഹമാണ് സകല തിന്മയുടെയും അടിസ്ഥാന കാരണം. ധനമോഹമാണ്, ദൈവത്തിൽ നമ്മൾ നോക്കിയ സ്ക്രീനിലേക്ക് നോക്കുക, ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു. ഒട്ടേറെ വ്യതകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താൻ ഇടയുണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. സ്വരമെഴുതി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സംഘങ്ങൾ നമുക്കറിയാം. ഇന്ന് മദ്യമാഫിയ, അനേകം വ്യക്തികൾ സമ്പത്ത് മനുഷ്യനെ നശിപ്പിക്കുന്ന മദ്യമാഫിയയിൽപ്പെട്ട്, മദ്യവിൽപ്പനയിൽപ്പെട്ട്, മദ്യം കൊടുത്ത് അനേകം മക്കളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഓർത്ത് നോക്കിയേ, വർഷങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് ജില്ലയിൽ പാലക്കാട് ഒരു ചെറുപ്പക്കാരൻ, മറ്റുള്ളവർക്കൊക്കെ സമ്പത്തുണ്ട്, കൂടുതൽ പണം ലഭിക്കാൻ വേണ്ടി നിഗൂഢ മദ്യസംഘങ്ങളിൽപ്പെട്ട് മദ്യ കച്ചവടം നടത്തി, കള്ളവാറ്റ് നടത്തി, അവസാനം ബാറുകൾ സംഘടിപ്പിച്ച് കാസർഗോഡ് ജില്ലയിൽ കാവേരി എന്ന് പറയുന്ന ബാറ് നടത്തിയ ഒരു മനുഷ്യനുണ്ട്, ഔസേപ്പച്ചൻ പുതുമന. അദ്ദേഹത്തിന്റെ സാക്ഷ്യം പറയുന്നത്, ഈ മനുഷ്യൻ പണം മേടിച്ച് ഇഷ്ടം പോലെ സമ്പത്തുമായി നടക്കുന്ന മനുഷ്യന് വേണ്ടി ഒരാൾ കരയാനുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ അമ്മ. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, അമ്മ സഹോദരങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ഔസേപ്പച്ചൻ മിടുക്കനാ, സമ്പത്തുണ്ട്, പക്ഷേ അവൻ മരിച്ചാൽ അവൻ നരകത്തിൽ പോകും. അവൻ മരിച്ചാൽ അവൻ നരകത്തിൽ പോകും. അതുകൊണ്ട് അമ്മ മക്കളോട് പറയുക, മക്കളെ, ഔസേപ്പച്ചന്റെ മേൽ ദൈവം തൊടാൻ സ്പർശിക്കണം, ദൈവത്തിന്റെ സ്പർശനം ഉണ്ടാകണം, ഔസേപ്പച്ചനൊരു മാനസാന്തരം ഉണ്ടാകണം. അതുകൊണ്ട് അവന്റെ ശരീരത്തിന് മേലും അവന്റെ മദ്യ വ്യവസായത്തിന് മേലും ദൈവം കരം വെക്കാൻ വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കണം. ഒരമ്മയുടെ രാവും പകലുമുള്ള ജപമാല പ്രാർത്ഥനകളിൽ അമ്മ വേറെ ഒരു കാര്യം പറയത്തില്ല, ഈശോയെ, എൻ്റെ 8 മക്കളിൽ ഒരു മകൻ നരകത്തിൽ പോകുമല്ലോ എന്നോർത്ത് ആ അമ്മയുടെ കണ്ണുനീരിൻ്റെ അനന്തരഫലമായി ദൈവത്തിൻ്റെ സ്പർശനമുണ്ടായി. ഒരു ധ്യാനത്തിൽ വെച്ച് കർത്താവ് ആ മനുഷ്യനെ സ്പർശിച്ചതിൻ്റെ ഫലമായി കേരളത്തിൽ ആദ്യമായിട്ട് ദൈവവചനത്തിലൂടെ ഒരു ബാറ് പൂട്ടപ്പെട്ടത് ഔസേപ്പച്ചൻ പുതുമന എന്നൊരു ചെറുപ്പക്കാരനാ. ഒരമ്മയുടെ 10 വർഷത്തെ കണ്ണുനീരിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാണ്. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനിത് നിങ്ങളോട് പറയുന്ന ഈ രാത്രി, ഒരുപക്ഷെ നിങ്ങളുടെ മക്കൾ ഏതെങ്കിലും മദ്യത്തിനും മയക്കുമരുന്നിനും മാഫിയയ്ക്കും ഗുണ്ടാ സംഘത്തിനും കൊട്ടേഷൻ സംഘത്തിനും കാലുവെട്ടാനും കൈവെട്ടാനും അല്ലെങ്കിൽ രാഷ്ട്രീയ ചാവേറായിട്ട് നടക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കട്ടെ. രാത്രി ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എൻ്റെ അപ്പനും അമ്മയുണ്ട്, പ്രായമുള്ള. ഓർക്കണം, 12 വർഷമാ എൻ്റെ അപ്പനും അമ്മയും, പ്രായമുള്ള അപ്പനും അമ്മയും ജപമാല ചൊല്ലി എൻ്റെ മാനസാന്തരത്തിന് വേണ്ടി 2 മണിക്കും 3 മണിക്കും രാഷ്ട്രീയ സംഘടന കഴിഞ്ഞ് വരുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ഫലമായിട്ടാ ഞാനിന്ന് വചനം പറയുന്നുണ്ടെങ്കിൽ ഈ രാത്രിയിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ലോകത്തിൻ്റെ 5 ഭൂഖണ്ഡങ്ങളിൽ ഈ ശുശ്രൂഷയിൽ ഭവനത്തിലിരുന്ന മക്കളെ ഓർത്ത്, ദേശത്തെ ഗുണ്ടാ സംഘങ്ങളെ ഓർത്ത്, മാഫിയ സംഘങ്ങളെ ഓർത്ത്, അധോലോക സംഘങ്ങളെ ഓർത്ത്, മയക്കുമരുന്ന് സംഘങ്ങളെ ഓർത്ത്, പെൺകുട്ടികളെ വലവീശുന്ന സെക്സ് മാഫിയകളെ ഓർത്ത് കരയുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ മുഴങ്കാലിൽ നിന്ന് കരങ്ങൾ വിരിച്ചു പിടിച്ച്, പാട്രിക്ക് കരങ്ങൾ വിരിച്ചു പിടിച്ചതുപോലെ,
സിയന്നയിലെ കാതറിൻ കരങ്ങൾ വിരിച്ചു പിടിച്ചതുപോലെ 18 വർഷം പാപത്തിന് ചെളിക്കുഴി കിടന്ന അഗസ്റ്റിനോസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് വേണ്ടി മോനിക്ക എന്നൊരമ്മ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ ഇന്ന് കുടുംബത്തിൽ, കോൺവെന്റിൽ, സഭയിൽ, ദേശത്ത് ആളുകൾ ഉയരുന്നതനുസരിച്ച് സാത്താന്റെ കോട്ടകൾ തകരും. ഹല്ലേലൂയ പറഞ്ഞേ, അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ, സ്വരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, ഇത് വെറുതെ ഉള്ള ശുശ്രൂഷയല്ല. ഇത് ഈ 40 ദിവസത്തെ ശുശ്രൂഷ വെറുതെ ഇതൊരു സ്വപ്നം കണ്ട ശുശ്രൂഷയല്ല, ഒരു ചുമ്മാ തമാശന് ശുശ്രൂഷയല്ല. ഇത് സ്വർഗം വെളിപ്പെടുത്തിയ ശുശ്രൂഷയാ. സന്തോഷ് കരിമത്ര ബ്രദറിലൂടെ, റാണി ചേച്ചിയിലൂടെ, അനേക ദൈവദാസന്മാരിലൂടെ പരിശുദ്ധാത്മാവ് ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ, കൊറോണയുടെ കാലഘട്ടത്തിൽ സ്വർഗത്തിന്റെ സ്വപ്നം, സ്വർഗത്തിന്റെ സ്വരം, ഇത് നമുക്കറിയാം. വിശുദ്ധരെ നോക്ക്, സഭയിലെ വിശുദ്ധന്മാരെ പഠിക്ക്, അവരെല്ലാം ഈ ശുശ്രൂഷ പങ്കെടുത്തതാ. നമ്മുടെ കത്തോലിക്ക സഭയിൽ അയർലൻഡ് എന്ന് പറയുന്ന രാജ്യത്ത് മദ്യപാനികളുടെ ഒരു മധ്യസ്ഥനുണ്ട്, വിശുദ്ധ മാൽട്ടാൽബോത്തിന് ചരിത്രം എടുത്ത് പഠിക്കണം. ചെറുപ്പത്തിൽ അപ്പനാ കുടിക്കാൻ മദ്യം കൊടുത്തത്. 6-ാമത്തെ വയസ്സിൽ മദ്യത്തിന് അടിമപ്പെട്ടു പോയി. 14-ാമത്തെ വയസ്സിൽ വിറയ്ക്കാൻ തുടങ്ങി. ജോലി സ്ഥലത്ത് പോകാതെ ബാറിന് മുമ്പിൽ കൂട്ടുകാരുമായി കൂടി മദ്യപിച്ചുകൊണ്ട് ചെറുപ്പക്കാരൻ ഒരു ദിവസം മദ്യം കിട്ടാതെ വരുമ്പോൾ ആത്മഹത്യ തീരുമാനിച്ചു പോകുന്ന വഴിക്ക് ഒരു കത്തോലിക്ക പള്ളി കാണുക. മരിക്കുന്നതിന് മുമ്പ് കത്തോലിക്ക പള്ളി ഒന്ന് കയറിയേക്കാം. അവിടെ ക്രൂശിത രൂപം കണ്ടിട്ട് അവിടെ പൊട്ടിക്കരയുന്നത് കണ്ടപ്പോൾ അച്ഛൻ ചോദിച്ചു, മോനെ നീ എന്തിനാ കരയണത്? ഉടനെ മാട്ടുഅൽപോത്ത് നിഷ്കളങ്കനാ. അദ്ദേഹം അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്കൊന്ന് മദ്യപിക്കാൻ പണം കിട്ടിയില്ല. അച്ഛൻ അവനെ ചേർത്ത് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോനെ അമ്മ മാതാവ് നിന്നെ സ്നേഹിക്കുന്നു, ഈശോ നിന്നെ സ്നേഹിക്കുന്നു, നീ ഇന്ന് കുടിക്കരുത്. ആ അച്ഛൻ്റെ സ്നേഹത്താൽ, ദൈവകരുണയാൽ മാട്ടാൽബോത്തിനെ ദൈവം സ്പർശിച്ചു. നിങ്ങൾക്കറിയാമോ, അയർലൻഡിൽ അനേകം മദ്യപാന സംഘങ്ങളെ, മദ്യപാന കേന്ദ്രങ്ങളെ പൂട്ടിയ മനുഷ്യനാ. ഇന്ന് മദ്യപാനികളുടെ മധ്യസ്ഥനായ വിശുദ്ധ മാട്ടാൽബോത്ത് മാനസാന്തരപ്പെട്ടതിനെ കുറിച്ച് വിശുദ്ധം പറയുന്നത്, എൻ്റെ അമ്മ എനിക്ക് വേണ്ടി മുട്ടുകുത്തി നിന്ന് കൈവിരിച്ചു പിടിച്ച് ജപമാല ചൊല്ലിയതിന്റെ അനന്തര ഫലമാ. ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് പ്രാർത്ഥിക്കാൻ നമ്മുടെ കുടുംബങ്ങളിൽ ആളില്ല, പ്രാർത്ഥിക്കാൻ ദേശത്ത് ആളില്ല, വിമർശിക്കാനും കുറ്റം പറയാൻ ആളുണ്ട്. ദൈവസന്നിധിയിൽ മുട്ടുകുത്തി നിന്ന് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി, സാത്താന്റെ പിടിയിൽ കിടക്കുന്ന പൈശാചിക പീഡയിൽ കഴിയുന്ന മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ പറഞ്ഞേ. നമുക്കറിയാം ദൈവമക്കളെ, മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തില് 1 മുതൽ തിരുവചനങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധ വചനം പഠിപ്പിക്കുക. ഈശോ ഗനേസരുടെ നാട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ആർക്കും പിടിച്ചു നിർത്താൻ കഴിയാത്ത വിധം ചങ്ങലകളാൽ പൂട്ടപ്പെട്ടാലും ചങ്ങലകൾ വലിച്ചു പൊട്ടിച്ച് കല്ലറയിൽ കിടക്കുകയും തന്നെത്താനെ മുറിവേൽപ്പിക്കുകയും ചെയ്ത ഒരു മനുഷ്യന് പോലും പിടിച്ചു കെട്ടാൻ മേലാത്ത യുവാവിനെ ബന്ധിച്ചവനായ യേശു. ഇത് കേൾക്കണം ദൈവമക്കളെ, ലോകത്തിൽ ആർക്ക് പിടിച്ചു കിട്ടാൻ മേലാത്ത പിശാചാണെങ്കിലും അവനെ പിടിച്ചു കിട്ടാൻ കഴിവുള്ള ഒരൊറ്റ നാമമേ ഉള്ളൂ. ആ നാമമാണ് യേശുവിന്റെ നാമം. ഹല്ലേലൂയ പറഞ്ഞേ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ലോകത്തിൽ പിശാചുകൾ ഞെട്ടിവിറയ്ക്കുന്ന നാമമാ യേശുവിന്റെ നാമം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടുവിക്കുവാൻ, ഈ ലോകത്തിൽ ഇപ്പോൾ പ്രതിസന്ധിക്ക് ഏക പരിഹാരം യേശുവിന്റെ വചനം കൊടുക്കുക. നീതിമാനായ ദൈവത്തെയും പാപിയായ മനുഷ്യനെയും നേർക്ക് നേർ നിർത്തുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധ വചനം. ഹല്ലേലൂയ പറഞ്ഞേ. അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. നമുക്ക് 2 കരങ്ങളൊന്ന് ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ ഉയർത്തിപ്പിടിക്കാം. പ്രത്യേകിച്ച് കർത്താവേ, അനേകം ചെറുപ്പക്കാർ കൊട്ടേഷൻ സംഖ്യ ചുമ്മാ പറയണതല്ല. എൻ്റെ ആത്മീയ ജീവിതത്തിൽ 6 വർഷത്തോളം ഇങ്ങനെയുള്ള മാഫിയ സംഘങ്ങളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു ചെറുപ്പക്കാരനാ ഞാൻ കണ്ടിട്ടുണ്ട്. കൈവെട്ടാനും കാലുവെട്ടാനും മനുഷ്യനെ തലയിറക്കാനും മടിയില്ലാത്ത കൊട്ടേഷൻ സംഘങ്ങൾ, പണത്തിന് വേണ്ടി പെൺകുട്ടികളെ ദുരുപയോഗിക്കുന്ന ലൈംഗിക മാഫിയ സംഘങ്ങൾ, മദ്യത്തിന്റെ മാഫിയ സംഘങ്ങൾ, മയക്കുമരുന്ന്, ഹാഷിഷ്, കഞ്ചാവ്, ഹെറോയിൽ, ഇന്ന് ചെറുപ്പക്കാരെ ഇഞ്ചിഞ്ചായി കുത്തിവെച്ച് പ്രത്യേകിച്ച് ക്രൈസ്തവ യുവതിവാക്കന്മാരെ നശിപ്പിക്കുന്ന സംഘങ്ങൾ, തീവ്രവാദ സംഘടനകൾ, രാജ്യത്തെ തകർക്കുന്ന തീവ്രവാദ സംഘടനകൾ, രാജ്യത്തിന്റെ ഭരണഘടനയെ തകർക്കുന്ന, രാജ്യത്തിന്റെ വ്യവസ്ഥകളെ തകർക്കുന്ന, ഇതൊന്നും മാനുഷിക ബുദ്ധിയാൽ തകരത്തില്ല. ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു പൈശാചിക ശക്തിയുണ്ട്.
ഈ പൈശാചിക ശക്തികളെ തകർക്കാൻ വേണ്ടി നമ്മൾ കരങ്ങൾ ഉയർത്തണം. ഈ രാത്രി കർത്താവിൻ്റെ കരുണ, ഞാനിത് പറയുമ്പോൾ ഇന്ന് കരങ്ങൾ ഉയർത്തുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല ദൈവമക്കളെ. ഈ ഷെക്കന ടെലിവിഷൻ്റെ ഈ സ്റ്റുഡിയോയിൽ നിന്ന് ശുശ്രൂഷ ലൈവ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ദിവ്യകാരുണ്യ ചാപ്പലിൽ ആലയം മക്കളോട് ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതിന് ചുറ്റും ആൾക്കാരിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഈ പരിസരത്ത് അനേകം ദേവാലയങ്ങളിൽ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവേ, സഭയോട് ചേർന്ന് പരിശുദ്ധ പിതാ ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ചേർന്ന്, ആനഞ്ചേരി ഗ്ലീമിസ് കാതോലിക്ക ബാബയോട് ചേർന്ന്, സുസൈഭാഗ്യം പിതാവിനോട് ചേർന്ന്, ആൻഡ്രൂസ് താഴത്ത് പിതാവിനോട് ചേർന്ന്, സന്തോഷ് പ്രദന്റെ ആത്മീയ കൂട്ടായ്മയോട് ചേർന്ന്, സകല ശുശ്രൂഷകരോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, സ്പർശിക്കണമേ. പരിശുദ്ധാത്മാവേ, സ്പർശിക്കണമേ. ഓ നി പാപാ ബാവതി ഹറബ ശിഖരബലബലബലബ. Praise the Lord. Hallelujah. യേശുവിന്റെ പ്രിയപ്പെട്ടവൻ, ഞാൻ വേറൊരു അനുഭവം നിങ്ങളോട് പറയുക. നമുക്കറിയാം, യൂറോപ്പിലെ ശക്തമായ ഇന്നൊരു കത്തോലിക്ക രാജ്യമാണ് പോളണ്ട്. പോളണ്ടിനെ നമുക്ക് ഒത്തിരി സ്നേഹത്തോടെ ഓർക്കാൻ കാരണം ദൈവ കരുണയുടെ പ്രവാചികയായ ഫൗസ്റ്റീനയ്ക്ക് ജന്മം നൽകിയ നാടാണ്. നമുക്കറിയാം, 905 മുതൽ 35 വരെ പോളണ്ടിലെ ക്രാക്കോവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മിണ്ടാമഠത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മരിയ ഫൗസ്റ്റീനയുടെ ഈശോ അനുദിനം വന്ന് സംസാരിക്കുവാൻ. ഒരിക്കൽ മരിയ ഫൗസ്റ്റീനയുടെ ഈശോ വന്ന് സംസാരിച്ചപ്പോൾ ഈശോയുടെ മുഖം വളരെ മ്ലാനവതിയായിട്ടിരിക്കുന്നു. ഫൗസ്റ്റീനയോട് ഈശോ ചോദിച്ചു, ഫൗസ്റ്റീനായെ, നിന്റെ നാട് നശിക്കാൻ പോവാ. അപ്പൊ ചോദിച്ചു, മരിയ ഫൗസ്റ്റീന ഈശോയോട് ചോദിക്കുക, ഈശോയെ, എൻ്റെ നാടിന് എന്തു പറ്റി? ഉടനെ ഈശോ പറയുക, ഇവിടെ നിരീശ്വരവാദമാ, സകല മ്ലേച്ഛ പാപങ്ങളും തുടരുന്നു, സെമിനാരികൾ അടയ്ക്കപ്പെട്ടു, സഭയ്ക്കൊരു കുർബാനയുടെ സ്വാതന്ത്ര്യമില്ല. ഉടനെ പറയുക, ഫൗസ്റ്റീനയോട് പറയുക, ഈ നാടിനെ നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചു. ഉടനെ ഫൗസ്റ്റീന ഈശോയുടെ നേരെ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്, ഈശോയെ, എൻ്റെ മാതൃരാജ്യത്തെ നശിപ്പിക്കരുത്. ഞാൻ എൻ്റെ മാതൃരാജ്യത്തിന് വേണ്ടി പരിഹാരം ചെയ്യാം. ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി, പോളണ്ടിന് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യാം. പ്രിയപ്പെട്ടവരെ, മരിയ ഫൗസ്റ്റീന ഈശോയുടെ ഒരു വാക്ക് കൊടുത്തു, ഞാൻ ഇന്നു മുതൽ എൻ്റെ രാജ്യത്തിൻ്റെ ജനത്തിനു വേണ്ടി, രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്ക് വേണ്ടി, ഇവിടെ നടക്കുന്ന തിന്മ പ്രവർത്തനങ്ങൾക്കെതിരായി ഞാൻ ദൈവസന്നിധിയിൽ പ്രായശ്ചിത്തം ചെയ്ത് പ്രാർത്ഥിക്കാം. അന്നു മുതൽ മരിയ ഫൗസ്റ്റീന ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഉപേക്ഷിച്ചു, രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിൻ്റെ അനന്തര ഫലം എന്താണെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? ഇന്ന് യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ദേവാലയത്തിൽ ആളുകൾ വരുന്നത് പോളണ്ട് എന്ന് പറയുന്ന രാജ്യത്താണ്. ആ രാജ്യത്താണ് കരുണയുടെ പ്രവാചകിയായ ഫൗസ്റ്റീന ഉണ്ടായത്. ആ രാജ്യത്താണ് കരുണയുടെ പ്രവാചകനും യുവജനങ്ങളുടെ മധ്യസ്ഥനുമായ ജോൺ പോൾ മാർപ്പാപ്പ ഉണ്ടായത്. ആ രാജ്യത്താണ് 917 മരിയൻ വൈറ്റ് ആർമി തുടങ്ങിയ വിശുദ്ധ മാക്സിമിലിയൻ കോൾവേ ഉള്ളത്. ആ രാജ്യമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ യൂറോപ്പിലെ ദൈവവിളി കിട്ടുന്ന രാജ്യം. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഈ 40 ദിവസത്തെ ശുശ്രൂഷ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യുക. കൊളോസസ് ലേഖനത്തിൽ വ്യക്തമായിട്ട് 1:24 പറയുന്നില്ലേ പൗലോസ്ലീഹ, സഭയാകുന്ന ക്രിസ്തുവിന് സഭയ്ക്കുള്ള കുറവുകൾ എൻ്റെ ശരീരത്തിൽ ഞാൻ സഹിക്കുന്നെന്ന് പറയുന്നത് പോലെ ക്രിസ്തുവിന് കുറവുണ്ടായിട്ടല്ല, ക്രിസ്തുവിൻ്റെ സഹനത്തിന് കുറവുണ്ടായിട്ടല്ല, ക്രിസ്തുവിൻ്റെ സഹനത്തോട് ചേർന്ന് മറ്റുള്ളവരുടെ പാപത്തിന് വേണ്ടി പരിഹാരം ചെയ്ത് പ്രായശ്ചിത്തം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് സ്വർഗത്തിന്റെ ഇടപെടൽ ഉണ്ടാകും. ഹല്ലേലൂയ പറഞ്ഞേ, അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി, സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, ഈ ശുശ്രൂഷയോടെ നമ്മൾ തീരുമാനമെടുക്കണം. അനേകം മക്കൾ ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുക. പിശാച് വിശാലമായ വഴി തുറന്നിട്ടിരിക്കുക. നമുക്കറിയാം, പിശാചിന്റെ തന്ത്രം അറിയാമോ? പാപത്തിനൊരു സുഖമുണ്ട്, പാപത്തിനൊരു സുഖത്തിന്റെ ലഹരിയുണ്ട്. നമുക്കറിയാം, ധ്രുവപ്രദേശം എന്ന് പറയുന്ന മഞ്ഞുമലയ്ക്കകത്ത് ഒരു കരടിയുണ്ട്, മഞ്ഞുകരടി.
അതിനെ വെടിവെച്ചാൽ അതിന് മഞ്ഞുമലയ്ക്കകത്ത് വളരുന്ന ഈ കരടിക്കകത്ത് ഈ തോലിനൊക്കെ വെടിയുണ്ട ഏറ്റ് കഴിഞ്ഞാൽ അതിന് തുളകൾ വരും. അതുകൊണ്ട് ഇതിനെ പിടിക്കാൻ വേണ്ടി ഇവരെന്താ ചെയ്യുന്നറിയാമോ? മഞ്ഞിനകത്ത് രക്തം പുരണ്ട കത്തി വെക്കും. ഈ ആർത്തിയോടെ വന്ന് ഈ ധ്രുവക്കരടി വന്നിട്ട് ഈ കത്തിയെ നക്കാൻ തുടങ്ങും. നക്കി അവന് നാവ് മുറിഞ്ഞ് ആ രക്തം മുഴുവൻ കുടിച്ച് വയറ്റിലായി അവിടെ പിടഞ്ഞു വരിക്കും. അങ്ങനെ ഈ തോലിനൊരു കേടും കൂടാതെ ഈ ധ്രുവക്കരടി അവർ കൊന്നൊടുക്കില്ലെന്ന്. ഇതുപോലെയാണ് പിശാച് പണം തന്ന്, സെക്സ് തന്ന്, മാഫിയ സംഘങ്ങളെ പെടുത്തി ദൈവമക്കളെ, കുഞ്ഞുങ്ങളെ സാത്താൻ കൊണ്ടുപോകുന്ന നിത്യ നരകാഗ്നിയിലേക്കാ. അത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഈ ശുശ്രൂഷ എന്ന് പറയുന്നത്. നരകത്തിലേക്ക് പോകുന്ന ഒരാത്മാവിനെ പിടിച്ചു കയറ്റി സ്വർഗത്തിൽ കൊണ്ടുപോകാനാ 40 ദിവസത്തെ പരിഹാര ശുശ്രൂഷ. ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ എന്റെ കുഞ്ഞും എന്റെ ഭാര്യയും എന്റെ മക്കളുമായിട്ടിരിക്കാനുള്ളതല്ല. ഒരു ക്രിസ്ത്യാനിയുടെ ദൗത്യം എന്നറിയാമോ? ഒരു കത്തോലിക്കനെ കർത്താവ് ഏൽപ്പിച്ചു, കത്തോലിക്ക സഭ ഏൽപ്പിച്ചു. പരിശുദ്ധ അമ്മ മാതാവും പരിശുദ്ധ കുർബാനയും കുംഭസാരങ്ങളും കൂദാശകളും ജപമാലകളും വിശുദ്ധരും സഭയുടെ പ്രബോധനവും നൽകിയ സഭയിലെ മക്കൾക്കാണ് ലോകത്തെ രക്ഷിക്കാനുള്ള ദൗത്യമുള്ളത്. ഹല്ലേലൂയ പറഞ്ഞേ. നമുക്കിനി ഉറങ്ങാൻ പറ്റത്തില്ല, നമുക്കിനി കിടന്നുറങ്ങാൻ പറ്റത്തില്ല. കാരണം ജനം നശിച്ചുകൊണ്ടിരിക്കുക, പാപം പെരുകിക്കൊണ്ടിരിക്കുക, തിന്മ പെരുകിക്കൊണ്ടിരിക്കുക. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 4-ാം വാക്യത്തിൽ ദൈവത്തിന്റെ പ്രവാചകനോട് ദൈവം പറയുക, പ്രവാചക ഈ ദേശത്തുകൂടെ നടക്കുക, തൃശ്ശൂർ പട്ടണത്തിലൂടെ നടക്കുക, ട്രിവാൻഡ്രത്തൂടെ നടക്കുക, ന്യൂയോർക്കിലൂടെ നടക്കുക, ജപ്പാനിലൂടെ നടക്കുക. ആ ദേശത്ത് നടക്കുന്ന തിന്മയോർത്ത് കരയുന്ന മക്കളുടെ നെറ്റിത്തടങ്ങളിൽ അടയാളമിടണം. ഈ 40 ദിവസത്തെ ശുശ്രൂഷ മാത്രമല്ല, ലോകത്ത് നടക്കുന്ന ജർമ്മൻ സഭയോർത്ത്, സ്വർഗ വിഭാഗത്തെ ഓർത്ത്, കൊട്ടേഷൻ സംഘങ്ങളെ ഓർത്ത്, പൈശാചിക ആരാധനയിൽപ്പെട്ട മക്കളെ ഓർത്ത്, സഭ വിട്ടുപോകുന്ന മക്കളെ ഓർത്ത്, മദ്യത്തിന് അടിമപ്പെട്ട മക്കളെ ഓർത്ത്, പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും നിഷ്ഠൂരമായി ബലാത്കാരം ചെയ്യുന്ന മനുഷ്യന്റെ പാപത്തെ ഓർത്ത് കരയുന്ന, കണ്ണുനീരൊഴുക്കുന്ന, മുഴങ്കാലി നിൽക്കുന്ന, പ്രാർത്ഥിക്കുന്ന, നെടുവീർപ്പെടുന്ന ദൈവമക്കളുടെ നെറ്റിത്തളങ്ങളിൽ സ്വർഗം അടയാളമിട്ട് അഭിഷേകം ചെയ്യും. ഹല്ലേലൂയ പറഞ്ഞേ. അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. അറിയാമോ മക്കളെ, ദൈവമക്കളെ ശ്രദ്ധിക്കണം. ഡോൺ ബോസ്കോയുടെ അമ്മയായ വിശുദ്ധ മാർഗരറ്റ് പറയുന്നുണ്ട്, പിശാചിന് ഏറ്റവും ഇഷ്ടം ആരെയെന്നറിയാമോ? കൊച്ചു കുഞ്ഞുങ്ങളെയാ. വിശുദ്ധ ഡോൺ ബോസ്കോ അത് പറയുന്നുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളെ പിശാച് ചെറുപ്പത്തിലെ തന്നെ അനേകം സംഘങ്ങളിൽപ്പെടുത്തി, സാത്താൻ സംഘങ്ങളിൽപ്പെടുത്തി, തിന്മയുടെ അധോലോകത്തിൽപ്പെടുത്തി ഈ കുഞ്ഞുങ്ങളെ സാത്താൻ അടിമ വെച്ച് ദീർഘകാലം സാത്താൻ അവരെ ഉപയോഗിക്കും. അതുകൊണ്ടാണ് നമ്മളിനി വെറുതെ ഇരിക്കാൻ സമയമില്ല, നമ്മളിനി കരയണം. ഞാനിത് പറയണത് എല്ലാ മക്കളും, ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന സകല മക്കളും ഇനി നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളല്ല വേണ്ടത്. ദേശത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി. ഞാനിന്ന് പറഞ്ഞല്ലോ 10 തീവ്രവാദ സംഘടനകൾ, കൊട്ടേഷൻ സംഘങ്ങൾ. ഒന്ന് ഭിക്ഷാടന മാഫിയ, കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ. എന്തോ തീർത്ഥാടക നിങ്ങൾ കണ്ടിട്ടില്ലേ? പല തീർത്ഥാടക കേന്ദ്രത്തിന് മുകളിൽ പോലും ഭിക്ഷാടകരെ കൊണ്ടെത്തിക്കുന്ന ഒരു ലോബിയുണ്ട്. അതുപോലെ കൊട്ടേഷൻ സംഘങ്ങള്, അവയവ മാഫികള്, സെക്സ് മാഫികള്, കള്ളക്കടത്ത് മാഫികള്, മയക്കുമരുന്ന് മാഫികള്, മദ്യ മാഫിയകള്, ബ്ലേഡ് മാഫികള്, തീവ്രവാദ പ്രവർത്തനങ്ങള്, നിഗൂഢ സാത്താൻ സംഘങ്ങള്. ഇത് ലോകത്ത് പ്രവർത്തിക്കുമ്പോൾ ക്രൈസ്തവ മക്കളെ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. നമ്മൾ പ്രാർത്ഥിക്കണം. സ്വർഗം തന്ന ആയുധമുണ്ട്, ജപമാല, വിശ്വാസ പ്രമാണം, വചനം, ഉപവാസം, പരിഹാര പ്രാർത്ഥന, പ്രായശ്ചിത്ത പ്രവർത്തനങ്ങൾ, നമ്മുടെ കൊച്ചു കൊച്ചു സഹനങ്ങൾ. എനിക്കും നിങ്ങൾക്കുമൊക്കെ സഹനമുണ്ട്. ഈ സഹനം കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച്, കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. തെറ്റിദ്ധരിക്കരുത് മക്കളെ. അങ്ങനെ ഇന്ന് നമുക്കറിയാം, പരിശുദ്ധ കത്തോലിക്ക സഭ, കേരള സഭയുടെ ഒരു പ്രിയപ്പെട്ട മുത്തിൻ്റെ തിരുനാളാ നമ്മുടെ പ്രിയപ്പെട്ട അൽഫോൻസാമ. ഏത് കോളേജിൽ പഠിപ്പിച്ചിട്ടാ, ഏത് തിയോളജി പഠിപ്പിച്ചിട്ടാ, എവിടെ പ്രസംഗിച്ചിട്ടാ? ജീവിച്ചിരുന്ന കാലം മുഴുവൻ സഹിച്ചവളല്ലേ.
സഹനം വരുമ്പോൾ തൻ്റെ ജനാല തുറന്നിട്ട് കിടക്കയിൽ കിടന്ന്, ഈശോയെ, ഈ സഹനമുണ്ടല്ലോ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി എനിക്ക് പകരം ഇതാ, അതാ പിതാവിന് രോഗമുണ്ട്, ആ രോഗം എനിക്കിതാ എന്ന് പറഞ്ഞുകൊണ്ട് സഹനം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച പ്രിയപ്പെട്ട മകളുടെ, പൊന്നുമോളുടെ തിരുനാൾ ദിവസമല്ല ഇന്ന്. പ്രിയപ്പെട്ട അമ്മേ, അമ്മ സഹിക്കുന്ന അമ്മയല്ലേ? പ്രിയപ്പെട്ട അപ്പ സഹിക്കുന്ന അപ്പനല്ലേ? ആ മോനെ ഓർത്ത് സഹിക്കുന്നില്ലേ? അപ്പൻ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചേ, അമ്മ ഇന്ന് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചേ. എന്നെ പോലെ വേദനിക്കുന്ന ഒത്തിരി അമ്മമാർക്ക് വേണ്ടി, ഒത്തിരി അപ്പന്മാർക്ക് വേണ്ടി ഞാൻ ഈ സഹനം കാഴ്ചവെച്ച് ഈശോയെ അവരെ രടണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചേ. കാലിന് വേദനയുള്ളവരില്ലേ? കൈക്ക് വേദനയുള്ളവരില്ലേ? ശരീരത്തിൽ ക്യാൻസർ വന്നവരില്ലേ? ഈ സഹനങ്ങൾ, വേദനകൾ, നൊമ്പരങ്ങൾ, ദുഃഖങ്ങൾ കുരിശിലോട് ചേർത്ത് വെച്ച് നമുക്ക് വേണ്ടി പിടഞ്ഞു മരിച്ച ഈശോയോടും തൊട്ടടുത്ത് നിൽക്കുന്ന 7 വ്യാകുലങ്ങളുള്ള പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് ഇത് പാപികൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. അതുകൊണ്ട് ആ CNI ഖാദർ ആ വാക്ക് ഒന്നുകൂടെ പറയാ. നീ പാപികൾക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ പരിഹാര പ്രാശ്ചിത്ത പ്രാർത്ഥനയും നിന്റെ നിരവധി പാപങ്ങൾക്ക് പരിഹാരവും അനേകം വ്യക്തികളുടെ മാനസാന്തരത്തിനും കാരണമാണ്. അതുകൊണ്ട് ദൈവമക്കളെ, ഈ ശുശ്രൂഷയെ നമ്മൾ ഇനി 2-3 മിനിറ്റ് കൂടെ 1-2 കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ സ്തുതിച്ച് റാണി ചേച്ചിയുടെ ശുശ്രൂഷയിലേക്ക് വരും. ഞാൻ എന്നോട് പരിശുദ്ധാത്മാവ് ശക്തമായൊരു പ്രേരണ, ഒരു 3 ദിവസമായി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം എന്നോട് ഒരു 1-2 കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും ദിവികാരൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോഴും എന്നോട് ഒരു കാര്യം ജനത്തോട് പറയാൻ പറഞ്ഞു. അത് വേറെ ഒന്നുമല്ല, ഷെക്കന ടെലിവിഷനെ കുറിച്ചാണ്. ഇതെന്നോട് ആരും പറഞ്ഞതൊന്നുമല്ല, എന്നോട് സ്വർഗം വെളിപ്പെടുത്തിയ ഒരു രഹസ്യമാണ് പറയാം. നമുക്കറിയാം, ഒരു 17ാമത്തെ വയസ്സിൽ കർത്താവിന് വേണ്ടി സമർപ്പിച്ച ഒരു ചെറുപ്പക്കാരൻ സന്തോഷ് ബ്രദർ, അദ്ദേഹത്തിന് കർത്താവ് നൽകിയ സ്വപ്നമാണ് കർത്താവിനൊരു ന്യൂസ് ചാനൽ. ഞാൻ നിങ്ങളോടെല്ലാം പറഞ്ഞ് ഈ ശുശ്രൂഷയെ പങ്കെടുക്കും. നിങ്ങളെല്ലാ ദിവസവും ഷെക്കന മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നെഞ്ചോട് ചേർത്ത് വെക്കണം. കാരണം ഈ കാലഘട്ടത്തിൽ സ്വർഗം തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്തൊരു ശുശ്രൂഷയാണ്. ലോകരാജ്യങ്ങളിൽ ഈ ശുശ്രൂഷ കാണണം. നമുക്കറിയാം, ഇന്ന് ധ്യാനകേന്ദ്രങ്ങൾ പൂട്ടപ്പെട്ടു, മറ്റ് ശുശ്രൂഷകളെല്ലാം അടയ്ക്കപ്പെട്ടപ്പോൾ സ്വർഗത്തിന് അനാദിയിലൊരു പദ്ധതിയുണ്ട്. കർത്താവേ, ഈ ചാനലിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ 1ാമത്തെ കാര്യം നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ അനുദിന പ്രാർത്ഥനയിൽ ഈ ശുശ്രൂഷയെ ഓർക്കണം. 2ാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയുക, ഈശോയുടെ മക്കളെ, നിങ്ങളുടെ ദശാംശം ശ്രദ്ധിക്കണം. ഇത് പറയുന്ന എന്നോട് ആരും പറഞ്ഞിട്ടല്ല, ഈ നിമിഷം വരെ സന്തോഷ് ബ്രദർ ആരും എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നോട് ഇന്ന് ചാപ്പലിരിക്കുമ്പോൾ എൻ്റെ സ്വർഗത്തിൽ ഈശോ പറഞ്ഞു, നീ സംസാരിക്കണം, ഈ മിനിസ്ട്രിക്ക് വേണ്ടി സംസാരിക്കണം. ഞാൻ ഈ മിനിസ്ട്രിയുടെ ഭാഗമല്ല, ഞാൻ ഗസ്റ്റായിട്ട് വന്ന് ക്ലാസ് എടുക്കാൻ വന്നയാളാണ്. എന്നോട് സ്വർഗം പറഞ്ഞു, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്നവർ, നിങ്ങളുടെ ദശാംശം. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കുടുംബം എന്നെ ഏൽപ്പിച്ചു. അവരുടെ കൊച്ചിൻ്റെ 1ാമത്തെ ബർത്ത്ഡേ. അവർ പറഞ്ഞു, അത് വേണ്ട, അത് ഷെക്കനയെ സഹായിക്കണം. ദൈവമക്കളെ, നിങ്ങൾ ഓർക്കണം, ഒരു മാസം ഏകദേശം 40-50 ലക്ഷത്തിനിടയ്ക്ക് സമ്പത്ത് വേണം. നമുക്ക് വേറെ സഹായങ്ങളിൽ എനിക്കറിയാം, ഒരു പരസ്യങ്ങൾ പോലുമില്ല. ദൈവപരിപാലന നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ദശാംശങ്ങൾ, നിങ്ങൾക്ക് കർത്താവ് തന്നെ പ്രേരണ അനുസരിച്ച് ഈ ശുശ്രൂഷയെ നിങ്ങളെ സഹായിക്കണം. എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് പറയിപ്പിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ ശുശ്രൂഷയെ നിങ്ങൾ ഏറ്റെടുക്കണം. ഇത് കർത്താവിൻ്റെ ശുശ്രൂഷയാ, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടിയാ, കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാ, ആത്മാക്കളെ നേടാൻ വേണ്ടിയാ. നിങ്ങളുടെ ചങ്ക്, നിങ്ങളുടെ ചോര, നിങ്ങളുടെ അധ്വാനം, നിങ്ങളുടെ പ്രാർത്ഥന ഈ ശുശ്രൂഷയ്ക്ക് കരുത്താകണം. എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് തോന്നിച്ച കാര്യമാണ് പറയണത്. ഈശോയുടെ മക്കളെ, ഈശോയുടെ നാമത്തിൽ ഈ ശുശ്രൂഷയെ സ്നേഹിക്കുന്ന ഒരു ദൈവ ശുശ്രൂഷ ചോദിക്കുക. ഈശോയുടെ നാമത്തിൽ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സഹായിക്കണം.
സ്വർഗം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം 2 കരങ്ങളും ഉയർത്തി ഒന്ന് സ്തുതിച്ച് റാണി ചേച്ചിയുടെ ശുശ്രൂഷയിലേക്ക്, സന്ദേശത്തിലേക്ക് കടക്കുക. ഓ കർത്താവേ, ആ ശുശ്രൂഷയ്ക്ക് ഞങ്ങൾ ഒരുങ്ങുന്ന കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ആത്മാവിന്റെ അഭിഷേകം വരട്ടെ. സാത്താൻ കോട്ടകൾ തകരട്ടെ. കരങ്ങൾ അടിച്ചു പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. കാറ്റായി മഴയ തീയായി രൂപ പെയ്യട്ടെ, 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 കാറ്റായി മഴയ തീയായി രൂപ പെയ്യട്ടെ. 5 ഭൂഖണ്ഡത്തിലേക്ക് യേശുനാമത്തിൽ മഴയ തീയായി രൂപ പെയ്യട്ടെ, കാറ്റായി 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 മഴയ തീയായി രൂപ പെയ്യട്ടെ, രൂപ പെയ്യട്ടെ, രൂപ പെയ്യട്ടെ, രൂപ പെയ്യട്ടെ. യേശുവേ, കരങ്ങൾ ഉയർത്തി വിളിക്കുന്ന യേശുവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയ്ക്ക് എല്ലാ മഹത്വവും സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ നമ്മോട് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് ശ്രവിക്കാനായിട്ട് നമുക്ക് ദാഹിക്കാം. പ്രാർത്ഥനയോടെ അമ്മയെ ശ്രവിക്കാം. അതിലൂടെ ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് നമ്മൾ യോഗ്യരാകട്ടെ. അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ആവേ മരിയ. അമ്മ ഇന്നലെ നമ്മളോട് പറഞ്ഞു, സുഗന്ധം എന്ന അടയാളം ഞാൻ പിൻവലിക്കുന്നു, നിങ്ങൾ ഓരോരുത്തരും യേശുവിൻ്റെ അടയാളങ്ങളായിട്ട് ജീവിക്കണമെന്ന്. കാരണം അമ്മ പറയുന്നു, നിങ്ങൾക്ക് രക്ഷ നേടാനുള്ള മാർഗങ്ങൾ തിരുവചന ജീവിതവും എന്നിലൂടെ നൽകപ്പെട്ട ആത്മീയ നിർദ്ദേശങ്ങളുടെ അനുസരണവും പ്രാർത്ഥനയുമാണ്. തിരുവചനം അനുസരിച്ച് ജീവിക്കുക, അമ്മ പറഞ്ഞത് അനുസരിക്കുക, പ്രാർത്ഥിക്കുക. തിരുവചനം എന്ന് പറയുന്നത് ഈശോ ആണല്ലോ. ഈശോ പറഞ്ഞത് അനുസരിച്ച് ജീവിക്കുമ്പോൾ അമ്മയുടെ ആഹ്വാനങ്ങൾ ഉറപ്പിക്കപ്പെടുകയും അത് നമ്മുടെ ജീവിതത്തെ പ്രാർത്ഥനയാക്കി മാറ്റുകയും ചെയ്യും. അപ്പോൾ സംഭവിക്കുന്നത് എന്താ? നമ്മൾ ഈ ഭൂമിയിൽ ഈശോയുടെ പരിമളമായിട്ട് ജീവിക്കും. അതാണല്ലോ പൗലോസ് അപ്പസ്തോലൻ നമ്മളോട് ലേഖനത്തിലൂടെ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പരിമളമാണെന്ന് അവർ അവകാശപ്പെടുന്നു, അപ്പസ്തോലൻ അവകാശപ്പെടുന്നു. അപ്പസ്തോലന്മാർക്ക് അത് അവകാശപ്പെടാൻ പറ്റിയെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഈശോയുടെ മക്കളല്ലേ, നമുക്ക് അവകാശപ്പെടാൻ പറ്റണം. ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പരിമളമാണ്. സുഗന്ധം നൽകുന്ന ജീവിതം നയിക്കുക. ദുർഗന്ധം വമിപ്പിക്കുന്ന, മറ്റുള്ളവരെ അരോചകപ്പെടുത്തുന്ന, അസ്വസ്ഥതപ്പെടുത്തുന്ന ജീവിതത്തിൻ്റെ ശൈലികൾ നമ്മളിലുണ്ടെങ്കിൽ അത് മാറ്റുക. അത് മാറ്റാൻ നമുക്ക്
ശ്രമിച്ചുകൊണ്ട് അമ്മയെ ശ്രവിക്കാം. അമ്മ വിളിക്കുന്നു, മക്കളെ, നിങ്ങളുടെ ജീവിതത്തെ ഓർത്ത് ഭയവിഹ്വലരാകാതെ മനസ്താപത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും മാർഗത്തിലൂടെ സന്തോഷത്തോടും ആത്മവിശ്വാസത്തോടും കൂടി നമ്മുടെ സ്വർഗീയ പിതൃഭൂമിയിലേക്ക് ഈ അമ്മയോടൊപ്പം നടന്നു നീങ്ങുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മ പറഞ്ഞത് എന്താ? അമ്മയ്ക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് അമ്മ മനസ്സിലാക്കി തന്നു. അക്ഷീണം ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ നിറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അമ്മ ഇപ്പോൾ പറയാ, മക്കളെ, നിങ്ങളുടെ ജീവിതത്തെ ഓർത്ത് ഭയവിഹ്വലരാകാതെ, ഭയപ്പെടാതെ, മനസ്താപത്തിൻ്റെ ചെയ്തുപോയ, ജീവിച്ചുപോയ, പറഞ്ഞുപോയ, കണ്ടുപോയ, കേട്ടുപോയ തിന്മയുടെ എല്ലാ സ്വാധീനങ്ങളിൽ നിന്നും മനസ്താപത്തോടെ തിരിച്ചു വന്ന് പശ്ചാത്തപിക്കുക. കുറ്റബോധം മനസ്സിൽ സൂക്ഷിക്കരുത്. കുറ്റബോധം നമ്മെ തിന്മയിലേക്കും മരണത്തിലേക്കും നയിക്കും. എന്നാൽ പാപബോധം, പശ്ചാത്താപം നമ്മെ ദൈവത്തിലേക്ക് നയിക്കും. യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസിനുണ്ടായത് കുറ്റബോധമാണ്. അതുകൊണ്ട് അവൻ്റെ കുറ്റത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. പാപബോധം ഉണ്ടായത് പത്രോസിനാണ്. പത്രോസിന് പാപബോധം ഉണ്ടായപ്പോൾ ദൈവത്തിലേക്ക് നോക്കി. അതുകൊണ്ട് പത്രോസിന് മാപ്പ് കിട്ടി. പത്രോസ് സഭയുടെ മെത്രാനായി, സഭയുടെ അധികാരിയായി, ഈശോയുടെ വത്സല ശിഷ്യനായി. എന്നിട്ട് പത്രോസ് മരണം വരെയും, മരണത്തിലൂടെ പോലും പ്രായശ്ചിത്തം ചെയ്തു എന്നുള്ളതാ യേശുവിനെ തള്ളിപ്പറഞ്ഞതിന്. യൂദാസ് ഒറ്റിക്കൊടുത്ത പാപം അവനിൽ തന്നെ നോക്കി അവൻ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവൻ്റെ ആത്മാവ് അവനെ കുറ്റപ്പെടുത്തിയപ്പോൾ ആത്മാവിനെ അവനിൽ നിക്ഷേപിച്ച ദൈവത്തിലേക്ക്, യേശുവിലേക്ക്, അവന് വേണ്ടി കൂടെ മരിക്കുന്ന കർത്താവിലേക്ക് നോക്കിയിരുന്നെങ്കിൽ, അവന് കൂടെ വേണ്ടിയാണ് കർത്താവ് കുരിശിൽ 3 മണിക്കൂർ സമയം പീഡകൾ സഹിച്ച് കാത്തു കിടന്നത് എന്ന് അവൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ഒറ്റുകാരനിൽ ഒരു ഒറ്റപ്പെടുത്തൽ അനുഭവിക്കേണ്ടതില്ലായിരുന്നു. കർത്താവിനെ ശരിയായിട്ട് അറിഞ്ഞിരുന്നെങ്കിൽ യൂദാസ് തിരിഞ്ഞേനെ. അപ്പോൾ അത് പശ്ചാത്താപത്തിൻ്റെ കനൽ കൂട്ടിയിട്ട് രക്ഷയുടെ വഴിയിലേക്ക്, അനുതാപത്തിലേക്ക് നയിച്ചേനെ. എന്നാൽ യൂദാസ് ഒറ്റുകാരനായി ജീവിതം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ചെയ്യാതെ പശ്ചാത്തപിക്കുക. കുറ്റബോധം വേണ്ട. തെറ്റുപറ്റിപ്പോയോ, സാരമില്ല, മനസ്തപിക്ക്. അതിനെ ഓർത്ത് പശ്ചാത്തപിക്ക്. പശ്ചാത്താപത്തിൻ്റെ മാർഗത്തിലൂടെ, വിശുദ്ധ പത്രോസിനെ പോലെ ആ മാർഗത്തിലൂടെ സന്തോഷത്തോടെ, ആത്മവിശ്വാസത്തോടെ കൂടെ നമ്മുടെ സ്വർഗീയ പിതൃഭൂമിയിലേക്ക് ഈ അമ്മയോടൊപ്പം നടന്ന് നീങ്ങുക. നമ്മുടെ പരിമിതികളെ ഓർത്ത്, കുറവുകളെ ഓർത്ത് വിലപിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഈ ലോകത്ത് ദൈവിക സന്ദേശം കൊടുക്കാനോ ദൈവത്തിൻ്റെ അടയാളമായി ജീവിക്കാനോ പറ്റില്ല. അതുകൊണ്ട് പരിമിതികളെ ഓർത്ത് വിഷമിച്ചിരിക്കാതെ, പരിമിതി ഉണ്ടെങ്കിൽ പോലും അത് തിരിച്ചറിഞ്ഞിട്ട് ഈശോയുടെ ഹിതത്തിൻ്റെ തിരുമുൻപിൽ ശിരസ് നമിച്ച് ജീവിക്കാൻ നമ്മളൊരു തീരുമാനമെടുക്കുമ്പോൾ നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും അനുഗ്രഹമാക്കി, കൃപയാക്കി മാറ്റാൻ നമ്മുടെ ഈശോ കൂടെയുണ്ട്. നമ്മുടെ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ ജീവിതത്തെ ഓർത്ത് ഭയവിഹ്വലരാകേണ്ട. വരാൻ പോകുന്നത് എന്താണാവോ എന്നോർത്ത് വിഷമിക്കുകയും വേണ്ട. മനസ്താപത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും മാർഗത്തിലൂടെ സന്തോഷത്തോടെ, ആത്മവിശ്വാസത്തോടെ, ഒരു പക്ഷേ നമ്മൾ നന്മ ചെയ്ത് ജീവിക്കാമെന്നൊക്കെ തീരുമാനിക്കുമ്പോൾ പിശാചൊരു ചിന്ത തരും, പിന്നെ നീ ഇത്രയൊക്കെ തെറ്റ് ചെയ്തിട്ട് നിനക്ക് എന്ത് സാധിക്കാനാ, ഏതായാലും ഇങ്ങനെയൊക്കെ ആയിപ്പോയി, ഇനി ഇങ്ങനെ തന്നെ. അത് വേണ്ട. അത് പിശാചിൻ്റെ സ്വരമാണ്. അത് വേണ്ട. ആത്മവിശ്വാസത്തോടെ, എൻ്റെ കർത്താവ് എത്ര വലിയ പാപിയാണ് ഞാനെങ്കിൽ എന്നെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്, ഞാൻ അവിടുന്ന് അഭയം തേടിയാൽ അവിടുന്ന് എന്നെ രക്ഷിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട്, എത്ര വലിയ പാപിയാകട്ടെ അവിടുന്ന് അഭയം തേടുന്നവരെ ചേർത്ത് പിടിക്കാൻ വിശാലമായ കരങ്ങളുണ്ട്, അവരെ പാർപ്പിക്കാൻ വിശാലമായൊരു ഹൃദയമുണ്ട് ഈശോയ്ക്ക്. അവിടെ മുഴുവൻ സ്നേഹമാണ്. ആ സ്നേഹത്തിൽ ആയിരുന്നു കൊണ്ട് ജീവിക്കുക. അമ്മ പറയുക, അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെ സ്വർഗീയ പിതൃഭൂമിയിലേക്ക്, അമ്മ പറയുക മക്കളോട്, എന്ത് സ്നേഹത്തോടു കൂടിയ സ്വന്തം അമ്മമാർ നമ്മളോട് പറയണ, മക്കളെ നമുക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകാം. എവിടേക്കാണോ നമ്മൾ പോകുന്നതെന്നോ
നമ്മുടെ അപ്പൻ്റെ വീട്ടിലേക്ക് പോവുക, തറവാട്ടിലേക്ക് പോവുക. നമ്മുടെ അമ്മ പറയില്ലേ, നമ്മുടെയൊക്കെ കൊച്ചുങ്ങളായിരിക്കും നമ്മളെ ഒരുക്കിക്കൊണ്ട് പോകുമ്പം അമ്മ എവിടേക്കാണ് പോകുന്നത്, നമ്മൾ എവിടേക്കാണ് പോകുന്നത് കുഞ്ഞുങ്ങൾ ചോദിക്കുമ്പോൾ അമ്മ പറയും അപ്പൻ്റെ വീട്ടിൽ പോകുകയെന്ന്. അതുപോലെ മാതാവ് പറയുക, അങ്ങനെ സന്തോഷത്തോടെ, ആത്മവിശ്വാസത്തോടെ, മനസ്താപത്തോടെ, പശ്ചാത്താപത്തിൻ്റെ മാർഗത്തിലൂടെ അമ്മയുടെ കരങ്ങൾ പിടിച്ച് പിതൃഭൂമിയിലേക്ക്, സ്വർഗീയ ജെറുസലത്തിലേക്ക്, സ്വർഗത്തിലേക്ക് ഈ അമ്മയോടൊപ്പം നടന്ന് നീങ്ങുക. ഒരൊറ്റ സെൻറ്റൻസ്, അത് എന്തോ അർത്ഥമുണ്ടെന്ന് നോക്കിയേ. ഈ ഒരു വിശ്വാസം, ഈ ഒരു പ്രതീക്ഷ നമ്മൾ കൈവിടരുത്. തളർന്ന വഴികളൊന്നും നമ്മൾ ഓർക്കണ്ട, പോയതൊന്നും ഓർക്കണ്ട, നഷ്ടപ്പെടുത്തിയതൊന്നും ഓർക്കണ്ട. അതൊന്ന് ഏറ്റു പറഞ്ഞിട്ട് അതൊക്കെ മറന്നിട്ട് കടലിൻ്റെ ആഴിയിലേക്ക് എറിയുന്ന തമ്പുരാൻ്റെ കരുണയുടെ സമുദ്രത്തിലേക്ക് ഒന്ന് നോക്കിയിട്ട് അമ്മയുടെ കരം പിടിച്ച് അപ്പൻ്റെ വീട്ടിലേക്ക് നമുക്ക് നടക്കാം, അമ്മയോട് ചേർന്ന്. മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ സന്തോഷത്തോടെ സ്വീകരിക്കുക. ചില മാർഗങ്ങളുണ്ട് അതിന്. എൻ്റെ വിമല ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് നിങ്ങൾക്ക് ഞാൻ സ്വാഗതമരുളുന്നു. അവരിവരൊക്കെ എന്തും പറയട്ടെ, ഒന്നും നോക്കണ്ട കേട്ടോ. അമ്മ കൈപിടിച്ച് റോട്ടിലൂടെ നമ്മളെ നടത്തുമ്പോൾ, അപ്പൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ പലരും കല്ലെറിയും. എല്ലാ കല്ലേറിനും തിരിച്ചറിയാൻ നിന്നിട്ടോ എല്ലാവർക്കും ഉത്തരം കൊടുക്കാൻ നിന്നാലോ ഒന്നും നമ്മൾ സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ അവിടെ എത്തില്ല. ചിലപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് തന്നെ വിട്ടുപോകുന്ന ഈ കുറ്റം പറയുന്നവർക്ക് മറുപടി കൊടുക്കാൻ നിന്നുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ ജീവിച്ചവരാ ഞാനും നിങ്ങളും ഒക്കെ. അങ്ങനെ വേണ്ടെന്ന് അമ്മ പറയുന്നേ. ആരുടെയും കുറ്റപ്പെടുത്തലുകൾ വലിയ വിഷമായിട്ട് എടുക്കണം, അത് സന്തോഷത്തോടെ എടുത്തോ. കാരണം അത് നമ്മളെ പിതൃഭൂമിയിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുന്നേ. നമ്മൾ വയ്ക്കുന്ന ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞാനും നിങ്ങളൊക്കെ എടുത്തു വയ്ക്കുന്ന ഓരോ കാൽവെപ്പും മരണത്തിലേക്കും കൂടിയാണ്. നമ്മുടെ മരണത്തിൻ്റെ വിനാഴികയിലേക്ക് നമ്മൾ നടക്കുക. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ കുറേയും കൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതായത് നമ്മൾ മരണത്തിലേക്ക് അടുക്കുന്നു, അതോടൊപ്പം തന്നെ ജീവനിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള നമ്മുടെ സാധ്യതകളും സമയങ്ങളും അടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു കാൽവെപ്പ് മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഈ 29ാമത്തെ സന്ദേശം ധ്യാനിക്കുന്ന ഈ സമയത്ത് 28 സന്ദേശങ്ങളിലൂടെ കടന്നുപോയപ്പോഴും നമുക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. കഴിഞ്ഞു പോയതൊന്നും ഇനി നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. പക്ഷേ ഭൂതവും ഭാവിയും വർത്തമാനവും അറിയുന്ന തമ്പുരാന് എല്ലാം നമുക്ക് നേടിത്തരാൻ പറ്റും. കഴിഞ്ഞതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കേണ്ട, വരുന്നതിനെ ഓർത്ത് ആകുലപ്പെട്ടു ഇരിക്കേണ്ട. ഇന്ന് ജീവിക്കാൻ അമ്മ പറയുന്നേ. ഇന്ന് നമ്മൾ നടക്കുന്ന വഴികൾ സ്വാഭാവികമായി ചിന്തിച്ചാൽ പോലും, മാനുഷികമായി ചിന്തിച്ചാൽ പോലും ഒരു സ്റ്റെപ്പ് ഈ കാലുകൊണ്ട് മുന്നോട്ട് വയ്ക്കുമ്പോൾ എൻ്റെ പുറകിൽ വെച്ച കാലടികളെല്ലാം എനിക്ക് കഴിഞ്ഞുപോയി. ഓരോ കാൽവെപ്പും എൻ്റെ മരണത്തിലേക്കുമാണ്, എൻ്റെ ജീവനിലേക്കുമാണ്. അതാണ് സ്വർഗീയ ജീവിതം. സ്വർഗീയ ജീവിതത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുന്നു, മരണത്തിൽ നിന്ന് കാലെടുത്ത് മുന്നോട്ട് വയ്ക്കുന്നു, മരണത്തിലേക്ക് വയ്ക്കുന്നു. മരണം എന്ന് ഉദ്ദേശിക്കുന്നത് പാപത്തിൻ്റെ മരണമല്ല, ഈ ശരീരത്തിൻ്റെ മരണം. ഈ ലോകത്ത് അവസാനിക്കാനുള്ള സമയത്തിലേക്ക് നമ്മൾ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അമ്മ ചോദിക്കുന്നേ, മകളെ എങ്ങോട്ടായി ഓടുന്നേ? നിങ്ങളുടെ ഓരോ കാൽവെപ്പുകളും മനസ്താപത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും മാർഗത്തിലൂടെ പിതൃഭൂമിയിലേക്ക് നടക്കുക. എന്നിട്ട് അമ്മ പറയുക, എൻ്റെ വിമല ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് നിങ്ങൾക്ക് ഞാൻ സ്വാഗതമരുളുന്നു. അപ്പം നമ്മൾ എവിടേക്കായി പോകുന്നേ? കർത്താവിൻ്റെ അടുത്തേക്ക്, സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അമ്മയുടെ വിമല ഹൃദയം, ആ വിമല ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് അമ്മ സ്വാഗതം ചെയ്യുക നമ്മളെ. ആ ആഴത്തിലൂടെ വേണം നമുക്ക് സ്വർഗത്തിലെത്താനായിട്ട്. പുതിയ ആകാശവും പുതിയ ഭൂമിയും കൈക്കലാക്കുന്നതിനായി വിമോചനത്തിൻ്റെ പാതയിലൂടെ നിങ്ങളെ നയിക്കാൻ സദാസന്നദ്ധയായിരിക്കുന്ന ഈ അമ്മ, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സഹവാസം നിങ്ങൾക്ക് ആശംസിക്കുന്നു എന്നാണ് ഈ സന്ദേശത്തിൻ്റെ അവസാനം നമ്മൾക്ക് ആശംസയായിട്ട് അമ്മ പറയുന്നത്. പുതിയ ആകാശം, പുതിയ ഭൂമി കൈക്കലാക്കാൻ അപ്പൻ്റെ വീട്ടിൽ, പിതൃഭൂമിയിൽ, സ്വർഗത്തിൽ, അത് കൈക്കലാക്കുന്നതിനായിട്ട് വിമോചനത്തിൻ്റെ പാത നാം സ്വീകരിക്കണം. അതായത് നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ മോചിക്കപ്പെടണം.
നമ്മൾക്ക് മോചനം ലഭിക്കണം. എന്തിൻ്റെയെങ്കിലും അടിമത്തം ഉണ്ടെങ്കിൽ വിമോചനം ആവശ്യമാണ്. ആ അടിമത്തം ഏതാണെങ്കിലും, ലോകസുഖമാണെങ്കിലും പാപസുഖമാണെങ്കിലും ജഡസുഖമാണെങ്കിലും എന്തൊക്കെ ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തതുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, അതിൽ നിന്നെല്ലാം വിമോചിതരായിട്ട് അമ്മയുടെ കൈ പിടിച്ച് അപ്പൻ്റെ വീട്ടിലേക്ക്, അമ്മയുള്ളയിടത്തേക്ക് നമുക്ക് അമ്മയുടെ കരം പിടിച്ച് നടക്കാം. ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നു, ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, അമ്മയില്ലാത്ത ക്രിസ്ത്യാനി അനാഥനാണ്. പ്രാർത്ഥിക്കാൻ പറ്റാത്ത ക്രിസ്ത്യാനി അവൻ്റെ ജീവിത സാക്ഷ്യത്തിൽ പരാജയപ്പെടുന്നു. അമ്മയുടെ കരങ്ങൾ പിടിച്ചുള്ള സ്വർഗീയ പാതയിൽ അവൻ ലക്ഷ്യമില്ലാതെ പോകുന്നു. കാരണം അവൻ അമ്മയില്ലല്ലോ. അമ്മയില്ലാതെ ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസം പൂർണ്ണമാവില്ല. അമ്മയില്ലാതെ ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ആ വിശ്വാസം പൂർണ്ണമല്ല. ഈശോ പറഞ്ഞിട്ടുണ്ട്, നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ്. നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ്. പരിശുദ്ധ അമ്മയെ തള്ളിപ്പറഞ്ഞിട്ട് എൻ്റെ വിശ്വാസം പൂർണ്ണമാണെന്ന് ആര് ഉദ്ഘോഷിച്ചാലും അത് പൂർണ്ണമല്ല. ഇന്ന് യൂറോപ്യൻ നാടുകളിലും നമ്മുടെ ഇന്ത്യയിൽ തന്നെ എത്ര മക്കളാണെന്നറിയോ പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട് പരിശുദ്ധ അമ്മയെ ഏറ്റുപറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയെ ബഹുമാനിക്കാനുള്ള വലിയ മനസ്സായിട്ട് തിരിച്ചു വരുന്നേ. അവരുടെയൊക്കെ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര അനുഭവമാണ്. മാർപ്പാപ്പ പറയുന്നത് സത്യമല്ലേ? അമ്മയില്ലാത്ത ക്രിസ്ത്യാനി അനാഥനാണ്. നമുക്കൊരു അമ്മയുണ്ട്, പരിശുദ്ധ അമ്മ. ആ അമ്മയെ കളഞ്ഞിട്ട് മാറ്റി നിർത്തിയിട്ട് അത് മുട്ടത്തോടാണെന്ന് പറഞ്ഞിട്ട് മുട്ടയുടെ ഉള്ളിലുള്ള അത് ക്രിസ്തുവാണ്, ആ ക്രിസ്തു മാത്രം മതി എന്ന് പറഞ്ഞ് ജീവിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ എവിടെയോ ഒരു അനാഥത്വം വരും. അമ്മ മക്കളെ ജീവനിലേക്ക് നയിക്കും. ജീവൻ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിന് ജന്മം നൽകിയ പരിശുദ്ധ കന്യകാ മറിയം സഭ അംഗീകരിക്കുന്ന, പരിശുദ്ധ ത്രിത്വം അംഗീകരിക്കുന്ന വ്യക്തിത്വമാണ്. ആര് അംഗീകരിച്ചില്ലെങ്കിലും ത്രിയേക ദൈവം അംഗീകരിക്കുന്ന വ്യക്തിത്വമാണ് പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റേത്. ആ അമ്മയുടെ കരങ്ങൾ പിടിച്ചിട്ട് അമ്മ ഒരിക്കലും നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കാതിരിക്കില്ല, നമ്മളെ വഴി നടത്താതിരിക്കില്ല. ആ അമ്മയുടെ കരങ്ങൾ പിടിക്കുന്ന ഏതൊരു കുഞ്ഞും സനാഥനാണ്. അവനൊരു നിറവുണ്ട്. അമ്മയില്ലാത്ത വീടുകളിൽ അനാഥത്വം അനുഭവിക്കുന്ന മക്കള് ഒത്തിരിയുണ്ട്. സ്വാഭാവികമായ മാനുഷികമായ തലത്തിലാണ് ഞാൻ പറയുന്നത്. ഇന്നലെയും കൂടെ കോവിഡ് ബാധിച്ച് മരിച്ച അമ്മ മരിച്ചിട്ട് ആ മക്കളുടെ സങ്കടം കേട്ടു. ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഒത്തിരി പേര്. അതുകൊണ്ട് വഴി തെറ്റരുത്. നമ്മുടെ കന്യകാ മറിയം, നമ്മുടെ അമ്മ നമ്മുടെ കൂടെയുള്ളപ്പോൾ മക്കൾ വഴി തെറ്റാനായിട്ട് അമ്മ ഒരിക്കലും അനുവദിക്കില്ല. അപ്പൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ, സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അമ്മയുടെ കരം പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അമ്മ നമ്മെ ആശംസിക്കുന്നത് എന്താണെന്നോ? എന്നിലേക്ക് തിരിയേ, എന്നിലേക്ക് തിരിയേ. അവിടെ അവസാനിക്കുന്നില്ല. അമ്മ പറയുന്നത്, ഞാൻ നിങ്ങളെ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ നിങ്ങൾക്ക് സഹായമായിട്ട് സഹായിക്കാം, നിങ്ങളെ സഹായിക്കാം, ഞാൻ കൂടെ ഉണ്ടാവും. എന്നിട്ട് അമ്മ പറയാ, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സഹവാസം നിങ്ങൾക്ക് ഞാൻ ആശംസിക്കുന്നു. ഒരു അമ്മയ്ക്ക് മക്കൾക്ക് നൽകാനുള്ള ഏറ്റവും നല്ല സമ്മാനം പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നിറവ്. ഒരു അമ്മ മക്കൾ എപ്പോഴും ജീവൻ പ്രാപിച്ചും ജീവനിലേക്ക് കുതിച്ചുയരുന്നവരായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവളാണ്. ആ അമ്മ പറയുക, മക്കളെ, ത്രിത്വത്തിൻ്റെ സാന്നിധ്യം, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സഹവാസം, പരിശുദ്ധ ത്രിത്വത്തോടൊപ്പമുള്ള നിങ്ങളുടെ സഹവാസം നിങ്ങൾക്കുണ്ടാകട്ടെ. ഇത് അമ്മയ്ക്ക് തരാനുള്ളൂ. അല്ലാതെ അമ്മയെ സ്വയം പ്രശംസിച്ചോ അമ്മയിലേക്ക് ആളെ കൂട്ടിയോ ഒന്നും അമ്മ ജീവിക്കുന്നില്ല. അമ്മ അതൊന്നും പറഞ്ഞു തരണില്ല. അമ്മ പരിശുദ്ധ ത്രിത്വത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. ഈ ത്രിത്വൈക ദൈവത്തിൻ്റെ സഹവാസം നമ്മിൽ നിറയട്ടെ. നമുക്കതിനായിട്ട് ആഗ്രഹിക്കാം, നമുക്കതിനായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനയുടെ ജീവിതത്തെ കുറച്ചും കൂടെ ഒരുക്കമുള്ളതാക്കാൻ നമുക്ക് കുഞ്ഞു കുഞ്ഞു വഴികളിലൂടെ, വിശുദ്ധ കൊച്ചുത്രേസ്യയെ പോലെ കുറുക്കു വഴികളിലൂടെ ഈശോയെ സ്നേഹിക്കാം. കുറുക്കു വഴികൾ എന്ന് പറയുമ്പോൾ നന്മയുടെ വഴികൾ അല്ലാതെയുള്ള വഴികളല്ല കേട്ടോ. പലരും ഇന്ന് ഈ ജീവിതത്തിൽ ദൈവത്തെ പ്രാപിക്കാമെന്ന വ്യാജേന കുറുക്കു വഴികളിലൂടെയും
തെളിമയില്ലാത്ത ജീവിതത്തിലൂടെയും മുന്നേറുമ്പോൾ അത് കൊണ്ടെത്തിക്കുന്നത് തിന്മയിലേക്കായിരിക്കും. ആ വഴികൾ നമുക്ക് വേണ്ട. നമുക്ക് കാര്യസാധ്യത്തിൻ്റെ സുവിശേഷവുമായിട്ട് എപ്പോഴും നടക്കുന്ന പ്രവണത നമുക്ക് നിർത്താം. കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി മാത്രമാണോ നമ്മുടെ അമ്മയോട് സംസാരിക്കാറുള്ളത്? നമ്മുടെ വീട്ടിലെ നമ്മുടെ അമ്മയോട്, നമുക്ക് ജന്മം നൽകിയ അമ്മയോട് നമ്മൾ സംസാരിക്കാറില്ലേ? എന്തെങ്കിലും കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടി മാത്രമാണോ? അല്ലല്ലോ. എന്തെല്ലാം കാര്യങ്ങൾ അമ്മയോട് പറയും, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അമ്മയിൽ നിന്ന് കേൾക്കും. ഒത്തിരി കാര്യങ്ങളില്ലേ? അത് ആ സഹവാസത്തിൻ്റെ അല്ലേ, സ്നേഹത്തിൻ്റെ, ബന്ധത്തിൻ്റെ ഊഷ്മളത എത്രയുണ്ടോ അത്രയും കുഞ്ഞുങ്ങൾ അമ്മയോട് അടുത്തിരിക്കും. അമ്മയിൽ നിന്ന് നന്മ കിട്ടിയാൽ മക്കൾ അമ്മയെ വിട്ടു പോവില്ല. അത് ഞാൻ ഉദ്ദേശിക്കുന്നത് എപ്പോഴും എൻ്റെ വിവാഹം നടക്കണം, എനിക്ക് നല്ല ഭർത്താവിനെ കിട്ടണം, നല്ല വീട്ടുകാരെ കിട്ടണം, നല്ല മക്കളെ കിട്ടണം, എനിക്ക് രോഗം ഉണ്ടാവരുത്, എനിക്ക് IELTS പാസ്സാവണം, അല്ലെങ്കിൽ ആ എക്സാം പാസ്സാകണം, കടബാധ്യത മാറണം. ഇത് മാത്രം ഒരു അമ്മയുടെ അടുത്ത് എപ്പോഴും ഒരു കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുമോ, ഒരു കുഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുമോ? ഇല്ല. അവനതൊക്കെ ഉണ്ടെങ്കിലും അമ്മയോടുള്ള ഒരു സ്വാഭാവികമായ ബന്ധമുണ്ട്. അതുപോലെ പരിശുദ്ധ അമ്മയോട് നമുക്കൊരു ബന്ധമുണ്ടാകുമ്പോൾ ഇതിനെല്ലാം അതിജീവിച്ചവളാണ് അമ്മ. അതുകൊണ്ട് കാര്യസാധ്യങ്ങൾ നേടാൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ, അത് ആഗ്രഹിക്കരുതെന്നോ പ്രാർത്ഥിക്കരുതെന്നോ അല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ, ഈ ലോകത്ത് ജീവിക്കാൻ നമുക്കത് ആവശ്യമാണെങ്കിൽ വിശുദ്ധമായ സഹവാസ സ്നേഹബന്ധം സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന സ്വർഗീയ ഇടങ്ങളോട്, സ്വർഗത്തോട്, ദൈവത്തോട്, പരിശുദ്ധ അമ്മയോട്, ഔസേപ്പിതാവിനോട്, വിശുദ്ധരോടൊക്കെ നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഭൂമിയിലെ നന്മകൾ അവർ വഴിയായിട്ട് നമുക്ക് ലഭിക്കും. അതിന് ഏറ്റവും നല്ല മാർഗം പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയാണ്, വിശുദ്ധ ഔസേപ്പിതാവിനോടുള്ള വണക്കമാണ്. അങ്ങനെ ആയിരിക്കുമ്പോൾ പരിശുദ്ധ ത്രിത്വം വാണ പരിശുദ്ധ അമ്മയുടെ ആ ഹൃദയം നമുക്ക് വേണ്ടി തുറന്നിട്ട് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സഹവാസം ആശംസിക്കുമ്പോൾ അമ്മേ ആമേൻ എന്ന് പറഞ്ഞ് ത്രിത്വത്തിന് നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം, ലോകം മുഴുവനെയും സമർപ്പിക്കാം. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹദായകമായ കരങ്ങൾ എപ്പോഴും ഈ ലോകത്തിൽ എന്നോടും നിങ്ങളോടും സഭയോടും ലോകം മുഴുവനിലുള്ള എല്ലാ മക്കളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവേ മരിയ, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധ കുർബാനയുടെ ആരാധനയ്ക്കായി നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ദിവ്യകാരുണ്യനാഥനെ നമ്മൾ സ്നേഹത്തോടെ ക്ഷണിച്ചു പ്രാർത്ഥിക്കാം. ഈശോയെ, ദൈവപുത്ര അങ്ങേക്ക് ആരാധന. യേശുനാഥ അങ്ങേക്ക് ആരാധന. ചേർന്ന് പാടാമോ? ദൈവപുത്ര അങ്ങേക്ക് ആരാധന. ആരാധന യേശുവേ. യേശുനാഥ അങ്ങേക്ക് ആരാധന. ശിരസ്സ് നമിച്ച് തിരുസന്നിധിയിൽ ഓ കർത്താവേ വന്നിടുവാൻ കൃപ നൽകിയതാം അങ്ങേക്ക് ആരാധന. തിരുസന്നിധിയിൽ വന്നിടുവാൻ കൃപ നൽകിയതാം അങ്ങേക്ക് ആരാധന. കരങ്ങൾ വീശി പാടാം. ഓശാന മാലാഖമാരോട് ചേർന്ന്, പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന്, ഔസേപ്പിതാവിനോട് ചേർന്ന്, എല്ലാ വിശുദ്ധരോട് ചേർന്ന്, രക്തസാക്ഷികളോട് ചേർന്ന്, സഭാപിതാക്കന്മാരോട് ചേർന്ന് കരങ്ങൾ വീശി പ്രാർത്ഥിക്കട്ടെ. ഓശാന ഓശാന, ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്ര, ഏക രക്ഷക.
ഹോസാന ഹല്ലേലൂയ എല്ലാവരും ചേർന്ന് ഹോസാന ഹല്ലേലൂയ ആരാധിച്ചു പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി യേശുവേ യേശുവേ സ്വരമുയരട്ടെ, കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. യേശുവേ എന്റെ കുടുംബത്തിലേക്ക് വരണമേ, എന്റെ തകർച്ചയിലേക്ക് വരണമേ. വേദനിക്കുന്ന മക്കളുണ്ട് ഈശോ, തകർന്നു പോയ മക്കളുണ്ട് ഈശോ, കടഭാരത്തിൽ വിഷമിക്കുന്ന മക്കളുണ്ട് ഈശോ. മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കള് ഈ രാത്രി നിന്നെ നോക്കി കരയുന്നുണ്ട് ഈശോ. ചങ്കുപൊട്ടി കരയുന്ന അനേകം മക്കളെ നീ കാണണമേ അപ്പാ. മക്കൾ കൊട്ടേഷൻ സംഘങ്ങളിൽ പെട്ടതിനോർത്ത് കരയുന്ന അമ്മമാരുടെ കണ്ണുനീര് ഈശോ നീ ഒന്ന് ഒപ്പിയെടുക്കണേ. മദ്യത്തിന് അടിമപ്പെട്ട മക്കളുണ്ട് ഈശോ, ലഹരിക്ക് അടിമപ്പെട്ട മക്കളുണ്ട് ഈശോ, pornographyക്ക് അടിമപ്പെട്ട മക്കളുണ്ട് ഈശോ, ലൈംഗിക പാപത്തിന് അടിമപ്പെട്ട മക്കളുണ്ട് ഈശോ, നിരീശ്വര സംഘങ്ങളിൽ പെട്ടവരുണ്ട് ഈശോ. ഒന്ന് വിളിച്ചു പ്രാർത്ഥിക്കാമോ? കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ 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 സ്വരമുയർത്തി യേശുവിനെ വിളിച്ചു പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കരങ്ങൾ രണ്ട് ഹൃദയത്തോടൊന്ന് ചേർത്ത് വെക്കട്ടെ. നമ്മളിന്ന് രാത്രി ആരാധിക്കാൻ പോവുക. പുറപ്പാടിന്റെ പുസ്തകം 23-ാം അധ്യായം അതിന്റെ 25 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങൾ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അപ്പോൾ ഞാൻ ദേശത്തേക്ക് വരും, നിങ്ങളുടെ ഭക്ഷണപാനീയങ്ങളെ ആശീർവദിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ക്രിസ്തുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ദിവ്യകാരുണ്യത്തെ നമ്മൾ ആരാധിക്കുന്നത് ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ഈശോ മിശിഹായാണ്. കേസറി ഫിലിപ്പി പ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് ആർക്കും പിടിച്ചു കെട്ടാൻ കഴിയാത്ത വിധം ശവക്കല്ലറയിൽ കിടന്നിരുന്ന യുവാവിനെ വിടുവിച്ചവനായ, അവനെ പിടിച്ചു കെട്ടിയവനായ, സാത്താനെ ബന്ധിച്ചവനായ ദിവ്യകാരുണ്യത്തിന് മുമ്പിലാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മളിന്ന് ചിന്തിച്ച വിഷയം ഇതാ: മാഫിയ സംഘങ്ങൾ, അധോലോക സംഘങ്ങൾ, കൊട്ടേഷൻ സംഘങ്ങൾ, ലൈംഗിക വ്യാപാര കേന്ദ്രങ്ങൾ, മയക്കുമരുന്ന് കേന്ദ്രങ്ങൾ, ബ്ലേഡ് മാഫിയകൾ, മദ്യ മാഫിയകൾ, ഇതിനെ മേലെല്ലാം കർത്താവിന്റെ അഗ്നി ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. നമ്മൾ ഒറ്റയ്ക്കല്ല ദൈവമക്കളെ പ്രാർത്ഥിക്കുന്നത്. ക്രൈസ്തവ സഭ, കത്തോലിക്ക സഭ ദിവ്യകാരുണ്യ ആരാധന എഴുന്നള്ളിച്ചു വെക്കുമ്പോൾ ഈ ആരാധനയിൽ പരിശുദ്ധ ത്രിത്വത്തിന്റെ സാന്നിധ്യമുണ്ട്. പിതാവ്, ദൈവം, പുത്ര, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുണ്ട്. എവിടെ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെക്കുന്നുണ്ടോ അതിന് വലതുവശത്തായി പരിശുദ്ധ അമ്മയുണ്ട്, ഇടതുവശത്തായി യൗസേപ്പ് പിതാവുണ്ട്, 12 സ്ത്രീകന്മാരുണ്ട്, രക്തസാക്ഷികളുണ്ട്, സഭാപിതാക്കന്മാരുണ്ട്, വിശുദ്ധരുടെ കൂട്ടായ്മയുണ്ട്, ഫ്രാൻസിസ് മാർപ്പാപ്പയുണ്ട്, വൈദിക കൂട്ടായ്മയുണ്ട്, സമർപ്പിത കൂട്ടായ്മയുണ്ട്, അന്മായ കൂട്ടായ്മയുണ്ട്, ഷെക്കനയുടെ കൂട്ടായ്മയുണ്ട്. കരങ്ങളിൽ രണ്ടും ഉയർത്തി സ്തുതിക്കട്ടെ യേശുവേ. ഓ കർത്താവിന്റെ ശക്തി വ്യാപരിക്കട്ടെ, കർത്താവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. പിശാചിന്റെ കോട്ടകൾ തകരട്ടെ, അന്ധകാര കോട്ടകൾ തകരട്ടെ, സാത്താന്റെ ബാധകൾ ഒഴിയട്ടെ, സാത്താൻ കെട്ടിവെച്ചിരിക്കുന്ന നൂതങ്ങൾ പൊട്ടട്ടെ, യുവാക്കന്മാർ വിടുതൽ പ്രാപിക്കട്ടെ. മദ്യ മാഫിയകൾ, ലഹരി മാഫിയകൾ, പൈശാചിക കേന്ദ്രങ്ങൾ, തീവ്രവാദ സംഘടനകൾ, സഭാവിരുദ്ധ സംഘടനകൾ, പൈശാചിക നിഗൂഢ കേന്ദ്രങ്ങൾ യേശു നാമത്തിൽ ഫിലിപ്പി 2:10-11, മത്തായി 16:17-18, മത്തായി 18:18, റോമ 16:20, മർക്കോസ് 5:1-14, മർക്കോസ് 9:14-29 തകർന്നു വീഴട്ടെ. ഓ കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു യേശുവേ. പവർ, പവർ, ശക്തി, ശക്തി. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, യേശുനാമത്തിൽ ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, യേശുനാമത്തിൽ, യേശുനാമത്തിൽ, യേശു രക്തത്താൽ, യേശുനാമത്തിൽ, യേശു രക്തത്താൽ അടിമച്ചങ്ങല അഴിയട്ടെ, യേശുനാമത്തിൽ അടിമച്ചങ്ങല അഴിയട്ടെ, യേശുനാമത്തിൽ പാപച്ചങ്ങല പൊട്ടട്ടെ,
യേശു രക്തത്താൽ പാപചങ്ങല പൊട്ടട്ടെ യേശു രക്തത്താൽ അടിമച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ അടിമച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ ഹല്ലേലൂയ 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 യേശുനാമത്തിൽ ഭക്തി തകരട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുനാമത്തിൽ കട്ടിൽ അഴിയട്ടെ ഹല്ലേലൂയ 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 യേശുവിന്റെ ശക്തി വ്യാപരിക്കട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ സങ്കീർത്തനം 68:1-2 ഹല്ലേലൂയ ദൈവം ഉണർന്നെഴുന്നേൽക്കട്ടെ അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ ദൈവം ഉണർന്നെഴുന്നേൽക്കട്ടെ അവിടുത്തെ ശത്രുക്കൾ ചിതറട്ടെ ഓ സാത്താൻ കേന്ദ്രങ്ങൾ തകരുന്നു സാത്താൻ കോട്ടകൾ തകരുന്നു അന്യാരാധന കെട്ടുകൾ അഴിയുന്നു സഭാവിരുദ്ധ കോട്ടകൾ തകരുന്നു കരങ്ങൾ രണ്ടും ഉയർത്തിപ്പിടിക്കണം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദിവ്യകാരുണ്യത്തിന് നേരെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക ഭവനത്തിലോ എവിടെയായിരുന്നു നോക്കട്ടെ രണ്ട് കരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് നീട്ടിപ്പിടിച്ച് ഈ സമയത്ത് ഏതു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ദേശത്തെ പിടിമുറുക്കിയിരിക്കുന്ന സകല ഗുണ്ട മാഫിയ സംഘങ്ങളുടെ മേൽ കർത്താവിന്റെ ശക്തി ഇറങ്ങട്ടെ കർത്താവിന്റെ മഹത്വം ഇറങ്ങട്ടെ സാവൂളിനെ നിലംപതിച്ച ദൈവശക്തി ജെറിക്കോ കോട്ടയെ തകർത്ത ദൈവശക്തി ചെങ്കടലിനെ പിൻവാങ്ങിപ്പിച്ച ദൈവശക്തി ജോർദാനിനെ ചിറകെട്ടിയ ദൈവശക്തി കർത്താവേ കോട്ടകൾ തകർത്ത ദൈവശക്തി പത്രോസിനെ വിടുവിച്ച ദൈവശക്തി പൗലോസിനെ തടവറയിൽ നിറക്കിയ ദൈവശക്തി സാത്താനിക കോട്ടകൾ തകരട്ടെ കരങ്ങൾ ഉയർത്തി വിളിക്കുന്ന ഹല്ലേലൂയ യേശുവേ മധ്യകോട്ടകൾ ബാർ ബിസിനസ്സുകൾ മധ്യക്കെട്ടുകൾ മധ്യ വ്യാപാര കേന്ദ്രങ്ങൾ അധോലോക കേന്ദ്രങ്ങൾ ബ്ലേഡ് മാഫിയകൾ യേശു നാമത്തിൽ തകരട്ടെ ഹല്ലേലൂയ സ്തുതിക്കട്ടെ പോരാ നിർത്തരുത് ഒരു പാട്രിക്കാണ് അയർലൻഡിനെ രക്ഷിച്ചത് ഒരു ബെനഡിക്റ്റ് ആണ് 5-ാം നൂറ്റാണ്ട് സഭയെ പിടിച്ചു നിർത്തിയത് ഒരു കൊളൈറ്റാണ് 13-ാം നൂറ്റാണ്ടിൽ സഭയെ അഭിഷേകം ചെയ്യിപ്പിച്ചത് 12-ാം നൂറ്റാണ്ടിൽ ഒരു ഡൊമിനിക്കും ഒരു ഫ്രാൻസിസ് സേവറും ഒരു അന്തോനീസും ഒക്കെയാണ് അഭിഷേകം ചെയ്തത് സ്തുതിക്കട്ടെ എല്ലാവരും സ്തുതിക്കണം ഈ സമയത്ത് സെക്സ് മാഫിയകൾ സെക്സ് റാക്കറ്റുകൾ pornography കേന്ദ്രങ്ങൾ ബ്ലൂ ഫിലിം കേന്ദ്രങ്ങൾ ലൈംഗിക അരാജകത്വ കേന്ദ്രങ്ങൾ ലൈംഗിക പാപത്തിന്റെ കുത്തൊഴുക്കുകൾ യേശുനാമത്തിൽ അഴിയട്ടെ സഭയുടെ കൂട്ടായ്മയിൽ പത്രോസേ നീ പാറയാകുന്നു ഈ പാറമേൽ എന്റെ സഭ ഞാൻ പണിയും നരക കവാടങ്ങൾ തിരുസഭയ്ക്കെതിരെ പ്രബലപ്പെടത്തില്ല സഭയുടെ ശ്ലൈഹിക അധികാരത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ആനച്ചേരി പിതാവിനോടും ആൻഡ്രൂസ് താഴത്തെ പിതാവിനോടും എന്റെ ആത്മീയ പിതാവായ ജോസ് പുളിക്കൽ പിതാവിന്റെയും എന്റെ വികാരി അച്ഛന്റെയും ആത്മീയ കൂട്ടായ്മയിൽ ഇപ്പോൾ ഇവിടെ ആരാധനയിൽ പങ്കെടുക്കുന്ന വൈദികന്റെ വൈദികരുടെയും കൂട്ടായ്മയിൽ അഭിഷേക ശക്തിയാൽ സാത്താന്റെ കോട്ടകൾ തകരട്ടെ കരങ്ങൾ ഉയർത്തി വിളിക്കുന്ന യേശുവേ അടിമച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ പാപച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ അടിമച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ പാപച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ യേശു രക്തത്താൽ യേശുനാമത്തിൽ യേശു രക്തത്താൽ ഹല്ലേലൂയ 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 പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവ് തീ അഭിഷേകം ഓരി ബാബാ യേശുവേ തീ ഇറങ്ങട്ടെ മധ്യ കോട്ടകളുടെ മേൽ മാഫിയ സംഘങ്ങളുടെ മേൽ തീവ്രവാദ കെട്ടുകളുടെ മേൽ രാജ്യദ്രോഹ പ്രവർത്തനത്തിന് മേൽ സഭാവിരുദ്ധ കേന്ദ്രങ്ങളുടെ മേൽ അധോലോക മണ്ഡലങ്ങളുടെ മേൽ വൈദിക വിരോധത്തിന് മേൽ ചാനൽ ലോബികളുടെ മേൽ പൈശാചിക കോട്ടകളുടെ മേൽ സാത്താന്റെ കോട്ടകൾ തകരട്ടെ ഫ്രീമേസൺ എലിമിനാറ്റി
എനിമീസ് ആൻഡ് ക്രൈസ്റ്റ് രൂപികൾ യേശുനാമത്തിൽ അഴിയട്ടെ. പരിശുദ്ധ കന്യാമറിയത്തിന്റെയും യോസേഫ് പിതാവിന്റെയും 12 ശ്രീകന്മാരുടെയും തോമാശ്ലീഹായുടെയും പാട്രിക്കിന്റെയും വിശുദ്ധ ഗീവർഗീസിന്റെയും ജോൺ മരിയ വിയാനിയുടെയും വിശുദ്ധ എൗപ്രാസ്യമ്മയുടെയും അൽഫോൻസാമയുടെയും അമ്മത്രസിയായുടെയും യാക്കോസ്ലീഹായുടെയും അഭിഷേക ശക്തിയാൽ സഭയുടെ കൂട്ടായ്മയിൽ നിത്യാരാധന അഭിഷേകത്താൽ കെട്ടുകൾ അഴിയട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിക്കണം, കരങ്ങൾ ഉയർത്തിപ്പിടിക്കണം. കർത്താവേ, കുടുംബത്തിന് മേൽ കരങ്ങൾ വീശി ഓ ദൈവശക്തി വ്യാപരിക്കട്ടെ, കൃപയൊഴുകട്ടെ. കരങ്ങളൊന്ന് ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. ഈ സമയത്ത് കുടുംബങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ, നിങ്ങളുടെ മക്കളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഇതുപോലുള്ള മാഫിയ സംഘങ്ങളിൽപ്പെട്ടവര്, അധോലോക സംഘങ്ങളിൽപ്പെട്ടവര്, ക്രിമിനൽ കള്ളക്കടത്ത് സംഘങ്ങളിൽപ്പെട്ടവര്, അധോലോക പ്രവർത്തനത്തിലും ഭീകര പ്രവർത്തനത്തിലും പെട്ടിരിക്കുന്ന ദൈവമക്കളെ ഈ ചങ്ങലകൾ പൊട്ടിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട അമ്മേ, പ്രിയപ്പെട്ട അപ്പാ, പ്രിയപ്പെട്ട യുവാവേ, ഈ സമയത്ത് സാധിക്കുന്നെങ്കിൽ മുഴങ്കാലി നിൽക്കുക, മുട്ടുകുത്തി നിൽക്കുക. നമ്മൾ പരിത്യാഗം എടുത്ത് പ്രാർത്ഥിക്കാൻ പോവുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു പക്ഷേ നിങ്ങളുടെ മക്കൾ ഇതുപോലുള്ള മാഫിയ സംഘങ്ങളിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി പരിത്യാഗം എടുക്കുക. വചനമുണ്ട്, കൊളോസസിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന് 24-ാം വചനത്തിൽ പറയുക, പൗലോസ് പഠിപ്പിക്കുക, ക്രിസ്തു സഹിച്ച സഹനത്തിന്റെ കുറവുകളുണ്ടായിട്ടല്ല സഭയെ പ്രതി ഞാൻ എൻ്റെ ആ സഹനത്തിന്റെ പീഡകൾ ഏറ്റെടുക്കുക എന്ന് വെച്ചാൽ സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്ന ആത്മാവിന് വേണ്ടി നമ്മൾ പരിത്യാഗം എടുക്കണം. നമുക്കിഷ്ടപ്പെട്ട നമ്മുടെ ഭർത്താവിന് മദ്യപാനം എന്ന ഒരു പിശാചിന്റെ പിടിയിലാ കിടക്കുന്നെങ്കിൽ ആ മകനെ നേടുവാൻ വേണ്ടി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം യേശുവിന്റെ സ്നേഹത്തെ പ്രതി വേണ്ടെന്ന് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട TV പ്രോഗ്രാമുകൾ, ആഘോഷ പരിപാടികൾ വേണ്ടെന്ന് വെക്കുക. ഇഷ്ടപ്പെട്ടതെല്ലാം ഉപേക്ഷിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ സ്വർഗത്തിന്റെ ഇടപെടലുണ്ടാവും. സെന്റ് ബെനഡിക്റ്റ് 4-ാം നൂറ്റാണ്ടിൽ സഭയിൽ അതിശക്തമായ പണത്തിന്റെ ആക്രമണങ്ങൾ വരുമ്പോൾ സുബിയാക്കോ എന്ന മലയുടെ മുകളിൽ തനിക്ക് ഇഷ്ടപ്പെട്ടത് ഉപേക്ഷിച്ച് മണിക്കൂറുകളോളം മുഴങ്കാലിൽ നിന്ന് പരിത്യാഗം ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ മേൽ സ്വർഗത്തിന്റെ അഭിഷേകം ഇറങ്ങി. പ്രിയപ്പെട്ടവരെ, സെന്റ് ബെനഡിക്റ്റ് നിൽക്കുന്ന പ്രദേശത്ത് കിലോമീറ്റർ അടുത്ത് പോലും പിശാച് വരില്ലായിരുന്നു. ഒരു മനുഷ്യന്റെ പരിത്യാഗം, 8 മണിക്കൂർ പ്രാർത്ഥന, 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം എന്ന ബെനഡിക്റ്റൻ സന്യാസ സമൂഹത്തെ രൂപപ്പെടുത്തുവാൻ ദൈവം ഉപയോഗിച്ച മനുഷ്യൻ മുഴങ്കാലിൽ നിന്ന് പരിത്യാഗം ചെയ്തയാളാ. സഭയിലെ വിശുദ്ധന്മാരെ മുഴുവൻ എടുക്ക്. 1-ാം നൂറ്റാണ്ട് മുതൽ ഈ നൂറ്റാണ്ട് വരെ പരിശുദ്ധ കത്തോലിക്ക സഭ പ്രഖ്യാപിച്ചിരിക്കുന്ന സകല വിശുദ്ധരും വേദപാരംഗതരും പരിത്യാഗ ജീവിതം എടുത്തവരാ. എന്തിനാണെന്നറിയാം? യേശു കാൽവരി കുരിശിൽ നേടിയ കുരിശിന്റെ ബലിയോട് ചേർത്ത് എന്റെ സുഖ സൗകര്യങ്ങളെ ഞാൻ വേണ്ട എന്ന് വെച്ച് പരിത്യാഗം ചെയ്ത ആത്മാവിന് വേണ്ടി ഒരു ദൈവമൈതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ സ്വർഗത്തിന്റെ ഫയർ ഈ ഭൂമിയിലേക്ക് ഇറങ്ങും. ഹല്ലേലൂയ പറഞ്ഞേ, സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളുടെ മകന് വേണ്ടി അങ്ങനെ പരിത്യാഗം ചെയ്യാമോ? ജോൺ മരിയ വിയാനിയോട് വൈദികർ ചോദിച്ചു, പിതാവേ, അങ്ങ് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം നടക്കുന്നു, മാനസാന്തരം നടക്കുന്നു. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, പ്രിയപ്പെട്ട വൈദികരെ, നിങ്ങൾ നിലത്തു കിടക്കാറുണ്ടോ? മുള്ളരിഞ്ഞാണം കെട്ടാറുണ്ടോ? പരിഹാരം ചെയ്യാറുണ്ടോ? പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, ആത്മാവിന് വേണ്ടി ക്രിസ്തുവിന്റെ കുരിശിനോട് ചേർത്ത് ഞാൻ അങ്ങനെ പരിത്യാഗം ചെയ്തപ്പോഴാണ് 18 ലക്ഷം ആത്മാവിനെ നേടിയത്. ഈശോയുടെ മക്കൾ, ഇത് ജോൺ മരിയ വിയാനിക്കുള്ളത് മാത്രമല്ല, ഇത് അൽഫോൻസാമയ്ക്ക് മാത്രമല്ല, ഇതൊരു ദൈവസഹായം പിള്ളയ്ക്ക് മാത്രമല്ല. ഇന്ന് ഈ ഭൂമിയിൽ 21-ാം നൂറ്റാണ്ടിൽ ഈ ദിവസം ഇന്ന് ജീവിച്ചിരിക്കുന്ന സകല വൈദികർക്കും, സകല സമർപ്പിതർക്കും, സകല കുടുംബജീവിതക്കാർക്കും, സകല യുവതി യുവാക്കന്മാർക്കും, സകല കുഞ്ഞുങ്ങൾക്കും ദൈവം അനുവദിച്ച അഭിഷേകമാ. പരിത്യാഗം ചെയ്യുന്നവനെ ദൈവം അഭിഷേകം ചെയ്യും. അതുകൊണ്ട് നമുക്ക് സാധിക്കുന്നവരെല്ലാം തീരുമാനമെടുക്കട്ടെ, ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കട്ടെ. ഇതിന്ന് നിർത്താനുള്ളതല്ല ദൈവമക്കളെ.
ഇത് അവസാനിപ്പിക്കണം. മരണം വരെ എന്റെ കർത്താവിന്റെ സ്നേഹത്തെ പ്രതി കൊച്ചു ത്രസ്യ പറഞ്ഞതുപോലെ ഒരു കരിയലെടുക്കും. അമ്മ ത്രസ്യ പറഞ്ഞതുപോലെ 10 ആത്മാവിനെ. ഫ്രാൻസിസ് സേവർ പറയുന്ന ഒരു പ്രാർത്ഥനയില്ലേ, മറ്റെല്ലാം നീ എടുക്ക്, ആത്മാക്കളെത്താ. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറെടുക്ക്. നിങ്ങൾ ഇഷ്ടപ്പെട്ടത് വേണ്ടെന്ന് വെക്ക്. ഇഷ്ടപ്പെട്ട രഹസ്യ പരിത്യാഗങ്ങൾ സഭയിൽ ഉണ്ടാകട്ടെ. ആരും കാണിക്കാൻ വേണ്ടിയല്ല. എനിക്ക് അങ്ങനെ കിടന്നുറങ്ങാൻ പറ്റും. ജർമ്മൻ സഭയോർക്കും എനിക്ക് കിടന്നുറങ്ങാൻ പറ്റുമോ? നിങ്ങൾക്കറിയാമോ, ഈ ലോകത്തിൽ സഭയ്ക്കെതിരെ ആഞ്ഞടിക്കുമ്പോ, സഭ ഒരു നിലപാടെടുക്കുമ്പോൾ, അതിനൊരു മാധ്യമങ്ങളിലൂടെ ആഞ്ഞടിക്കുമ്പോ എനിക്ക് അങ്ങനെ കിടന്നുറങ്ങാൻ പറ്റും. എന്റെ വൈദികർക്കും എന്റെ പിതാക്കന്മാർക്കും എന്റെ സമർപ്പിതർക്കും എന്റെ സഭയ്ക്കുമെതിരെ ശത്രുക്കൾ ആഞ്ഞടിക്കുമ്പോൾ എനിക്ക് അങ്ങനെ തിന്നു സുഖിച്ച് ജീവിക്കാൻ പറ്റുമോ? സഹിക്കാൻ തയ്യാറുള്ള മക്കളെയാണ് ഈ ശുശ്രൂഷയ്ക്ക് വിളിക്കുന്നത്. ഇത് അന്ത്യകാലഘട്ട ശുശ്രൂഷയാ. ഇത് സഹനങ്ങൾ ഏറ്റെടുക്കുന്ന ശുശ്രൂഷയാ. ഇത് കുരിശ് ഏറ്റെടുക്കുന്ന ശുശ്രൂഷയാ. ഇത് പരിത്യാഗ ശുശ്രൂഷയാ. ഇത് ത്യാഗത്തിന്റെ ശുശ്രൂഷയാ. ഇത് ഉപവാസത്തിന്റെ ശുശ്രൂഷയാ. അതാണ് അഭിഷേക ശുശ്രൂഷ. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ വീണ്ടും ഫാത്തിമയിലെ ഒരു പ്രാർത്ഥന ചൊല്ലി. ഫാത്തിമയിലെ 3 കുഞ്ഞുങ്ങൾക്ക് അമ്മ പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലി നമ്മൾ ആരാധനയിലെ അവസാനത്തിലേക്ക് വരിക. ആ പ്രാർത്ഥന നമ്മൾ ഏറ്റു ചൊല്ലാം. എന്റെ ദൈവമേ, ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങേ ആരാധിക്കുന്നു, ഞാൻ അങ്ങിൽ പ്രത്യാശ അർപ്പിക്കുന്നു, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. അങ്ങിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങേ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങേ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു, പരിഹാരം ചെയ്യുന്നു, പ്രായശ്ചിത്തം ചെയ്യുന്നു, സഹനങ്ങൾ ഏറ്റെടുക്കുന്നു, ഉപവാസം ഏറ്റെടുക്കുന്നു. ദൈവസന്നിധിയിൽ സാധിക്കുന്നവരെല്ലാം മുട്ടുകുത്തി കർത്താവിന്റെ അഭിഷിക്തൻ പരിശുദ്ധ കുർബാന എടുത്തുയർത്തി ദേശത്തെ ആശീർവദിക്കാൻ പോവുക. മാഫിയ കെട്ടുകൾ അഴിക്കാൻ പോവുക. വൈദികപ്പെട്ട വൈദികനെ ആശീർവദിക്കുമ്പോൾ അച്ഛൻ ഒറ്റയ്ക്കല്ല, മാർപ്പാപ്പയുടെ അധികാരത്തോട് ചേർന്ന് സകല വൈദികരുടെ കൂട്ടായ്മ, അമ്മയുടെ കൂട്ടായ്മയിൽ ചേർന്ന് 4.25 ലക്ഷം വൈദികരുടെ കൂട്ടായ്മയിൽ അച്ഛൻ സഭയുടെ പൗരോഹിത്യ അധികാരത്തിൽ ആശീർവദിക്കുക. മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. നമുക്ക് ചേർന്ന് പാടാം. സകലേശ ദിവ്യ കടാക്ഷം. കരങ്ങൾ ഉയർത്താൻ പറ്റുന്നവരെല്ലാം കരങ്ങൾ ഉയർത്തണം. തൂകണമേ. ഈശോയെ എന്ന് വിളിക്കാൻ തോന്നുന്നവർ ഈശോയെ എന്ന് വിളിക്കണം. അപ്പാന്ന് വിളിക്കാൻ തോന്നുന്നവർ അപ്പാന്ന് വിളിക്കണം. ദിവ്യകാരുണ്യ അപ്പൻ നിങ്ങളെ ഉയർത്തി ആശീർവദിക്കുന്ന സമയമാ. കുടുംബങ്ങളെ ആശീർവദിക്കുന്നു. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കുടുംബങ്ങളെയും ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നവരെയും പങ്കെടുത്തിട്ടിരിക്കുന്നവരെയും അവരുടെ മക്കളെയും തലമുറകളെയും ആശീർവദിക്കണമേ. ഈശോയെ ആശീർവദിക്കണമേ. സാത്താന്റെ കോട്ടകൾ തകർക്കണമേ. യേശുവേ, യേശുവേ. എല്ലാവരും ചേർന്ന് പാടുക. ഫ്രാൻസിസ് സേവറും അമ്മ തീർച്ചയായും പ്രാർത്ഥിച്ചതുപോലെ ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്
എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗത്തിന്റെ നിലവിളിക്ക് ഉത്തരമായി നിത്യനാശത്തിലേക്ക് പോകുന്ന ആത്മാക്കളെ യേശുവിനായി നേടുവാൻ, സഹനങ്ങൾ കാഴ്ചവെച്ച് പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുവാൻ സമർപ്പണമുള്ള വ്യക്തികൾ, നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും, നിങ്ങൾ ഈ ദിനങ്ങളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പരിത്യാഗ പ്രവൃത്തികൾ ഏതെല്ലാം എന്നതും വാട്സപ്പിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. വാട്സപ്പ് നമ്പർ 9496178411. ഇമെയിൽ shekinahprayerbank@gmail.com. ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോക സുഖങ്ങളും സൗഭാഗ്യമൊക്കെയും ആത്മാവെ നേടുവാൻ ഞാൻ ത്യജിക്കാം. ലോകം നൽകിയിടുന്ന നൊമ്പരമൊക്കെയും ആത്മാക്കൾക്കായി ഞാൻ കാഴ്ച നൽകാം.